This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में। Lawson Travels, where experience meets excellence. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Download the Meteor app USA for free now. Michael Therian, 1-888-644-7222. United Healthcare, call Philippos Samuel. ഗോൾഡൻ ഏജ് എങ്ങനെ വരും എന്നുള്ളതിനെ പറ്റിയാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. അമേരിക്ക ഫസ്റ്റ്, പ്രൗഡ്, പ്രോസ്പെറസ് ആൻഡ് ഫ്രീ, മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള ക്യാമ്പയിനാണ് വരുന്നത്. വളരെ പ്രൗഡായിട്ടുള്ള ഒരു ദിവസമാണ് ഭരണം ഏറ്റെടുത്തോടുകൂടി മായ്ച്ചു കളയാൻ പറ്റില്ല. ഇപ്പൊ എന്താണ് മീഡിയ ചർച്ച ചെയ്യുന്നത്? ഒരു മാസീവ് ക്ലെയിം പറഞ്ഞ ഒരു ചരിത്രം അമേരിക്കയിലുണ്ട്. നമസ്കാരം. പൊളിറ്റിക്കൽ എഡ്ജ്, ട്രംപിന്റെ തിരിച്ചുവരവ്, ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. നമ്മോടൊപ്പം അമേരിക്കയിലെ പ്രഗത്ഭരായ വ്യക്തികളുണ്ട്. ഇന്നൊരു സുവർണയുഗം ആരംഭിക്കുന്നു എന്നാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വിമോചനത്തിന്റെ ദിവസമാണെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. എന്തിൽ നിന്നുള്ള വിമോചനം എന്ന് പറഞ്ഞില്ല, പക്ഷേ സുവർണയുഗം എന്ന് പറഞ്ഞത് നമുക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ് ഒരു സുവർണയുഗം. പക്ഷേ ആ സുവർണകാലം, അത് ഗോൾഡൻ ഏജ് എങ്ങനെ വരും എന്നുള്ളതിനെ പറ്റിയാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. ഒരുപറ്റം അഭയാർത്ഥികളായിട്ട് ഇവിടെ വന്നിരിക്കുന്ന കുറേ പാവങ്ങളെ അടിച്ചോടിച്ചാൽ നമുക്ക് സുവർണയുഗം വരുമോ? നമ്മുടെ നല്ല കാലം വരുമോ? അതോ ഇവിടെയുള്ള ഫോസിൽ ഫ്യൂവൽ, ഈ അനിയന്ത്രിതമായിട്ട് ഇവിടെയുള്ള ഫോസിൽ ഫ്യൂവൽ എല്ലാം എടുത്താൽ, അതുകൊണ്ട് ഫ്രാക്കിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇവിടുത്തെ എൻവയോൺമെൻ്റ് എല്ലാം തകർത്തുകൊണ്ട് മുന്നോട്ട് വന്നാൽ നമ്മുടെ ഒരു സുവർണയുഗം വരുമോ? ഇങ്ങനെ സുപ്രധാനമായ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ കൂടി പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യം വരുന്നത് നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യം, നമ്മളെയൊക്കെ ബാധിക്കുന്നില്ലെങ്കിൽ കൂടി നമ്മളൊക്കെ ആശങ്കയോട് നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് ഇല്ലാതാക്കുക എന്നുള്ളത്. അത് ഇല്ലീഗലായിട്ട് വരുന്നവരുടെ മക്കൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ എന്നാണ് ഇപ്പം ഓർഡറിൽ വന്നിരിക്കുന്നത്, പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വലിയ മാറ്റങ്ങൾക്കൊരു സാധ്യത കാണുന്നുണ്ട്. ട്രംപിൻ്റെ ഇന്നത്തെ സത്യപ്രതിജ്ഞയോടുകൂടി ലോകം തന്നെ ട്രംപിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നു. ഒരു ലോക നേതാവിനും ഉണ്ടായിട്ടില്ലാത്തൊരു കാര്യമാണിത്. ഇത്രയധികം പ്രാധാന്യം ഒരു ലോക നേതാവിന് ഈ അടുത്ത കാലത്ത് ഒരു 40 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ ഒരു 50 വർഷത്തിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അമേരിക്ക തന്നെ രണ്ടായി ചേരിതിരിഞ്ഞിരിക്കുന്ന ഒരു ചിത്രം കൂടി നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ട്രംപിനെ പറ്റി പറയുമ്പം കാമനെന്നും കാലനെന്നും ആളുകൾ പറയുന്നു. കാമനായിട്ടൊരു കൂട്ടർ, കാലനായിട്ട് വേറൊരു കൂട്ടർ. ഇന്നിപ്പോൾ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ തന്നെ, ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ തന്നെ മെക്സിക്കോയിൽ ആളുകൾ കരയുന്ന ചിത്രങ്ങൾ കണ്ടു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഈ ആളുകൾക്ക് ഇമിഗ്രേഷന് ഇങ്ങോട്ട് കടക്കുന്നതിന് വേണ്ടിയിട്ട്, പൊളിറ്റിക്കൽ അസൈലത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനായിട്ട് ബൈഡൻ്റെ വക ഒരു ആപ്പ് ഉണ്ടായിരുന്നു. ആ ആപ്പ് നിശ്ചലമായി. അപ്പം ഇതുവരെ അപേക്ഷിച്ചവരുടെ കാര്യമൊക്കെ കട്ടപ്പുകയായി. ഇനിയിപ്പോൾ അവർക്ക് ഇങ്ങോട്ട് അപേക്ഷിക്കാനോ ഇങ്ങോട്ട് വരാനോ പറ്റത്തില്ല. അതുപോലെ തന്നെ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ വന്നു. അങ്ങനെ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പം ഈ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഇമ്മിഗ്രൻസിനെ തടയുന്നത് കൊണ്ട് മാത്രമാണോ അതൊരു ഹോമോഫോബിക് ആയിട്ടുള്ളൊരു കാര്യമല്ലേ, മനുഷ്യവിരുദ്ധമായിട്ടുള്ളൊരു കാര്യം? അത് മാത്രമാണോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ അവർ വരാതിരുന്നുകൊണ്ട് മാത്രം അമേരിക്ക രക്ഷപ്പെടുമോ? ഇപ്പോൾ അമേരിക്കയുടെ ഭാവിയിൽ നമുക്കറിയാം, ഇമിഗ്രൻസ് ലീഗലും ഇല്ലീഗലുമായിട്ടുള്ള ഇമിഗ്രൻസ് വഹിക്കുന്ന പങ്ക്. അപ്പോൾ ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസ് ഇല്ലെങ്കിൽ ഈ രാജ്യത്ത് പല കാര്യങ്ങളും നടക്കത്തില്ല. നമുക്കറിയാം, നമ്മുടെ ഹോട്ടലുകളിൽ പോലും ജോലി ചെയ്യാൻ ആളില്ലാതെ വരും. ഈ ഓറഞ്ച് പറിക്കാനും ഒന്നും ആളില്ലാതെ വരും. ആപ്പിൾ പറിക്കാനും ഒന്നും ആളില്ലാതെ വരും. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പം യാഥാർത്ഥ്യത്തിൽ ഊന്നിയുള്ള ഒരു പോക്കാണോ എന്ന് നമുക്ക് ഇനിയും വ്യക്തമല്ല. എങ്കിൽ പോലും ഈ അനിയന്ത്രിതമായിട്ട് ആർക്കും നടന്നു വരാവുന്ന രീതിയിലുള്ള ഒരു അതിർത്തി തുറന്നു വെച്ചു എന്നുള്ളതാണ് ഡെമോക്രാറ്റുകൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതുപോലെ തന്നെ ഈ അമേരിക്കയെ തന്നെ അടിമുടി മാറ്റാനായിട്ട് അവർ ശ്രമിച്ചു. അബേർഷൻ, LGBTQ ഇങ്ങനെയുള്ള ചില നയങ്ങൾ,
നമുക്കൊന്നും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തന്നെ ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് എത്ര പേർക്കാണ് ഈ താല്പര്യം? അബേർഷൻ, LGBTQ എന്നൊക്കെ പറയുന്നത് എത്ര പേർക്ക് ഇവിടെ താല്പര്യമുണ്ട്? എത്ര പേർക്ക് അങ്ങനെയുള്ള വലിയ മാറ്റം വരുത്താനായിട്ട് താല്പര്യമുണ്ട്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരെ ദോഷമായിട്ട് ബാധിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ട്രംപ് വന്നത്? എന്തുകൊണ്ടാണ് ഡെമോക്രാറ്റുകൾ തോറ്റുപോയത്? അതുപോലെ തന്നെ ഈ ട്രംപിൻ്റെ രണ്ടാമത്തെ വിജയം, കാരണം എന്താ, പിന്നെ ഇപ്പോഴത്തെ ഈ വിജയം എന്ന് പറഞ്ഞാൽ ഒരു ഏകഛത്രാധിപതി, ആരും ചോദ്യം ചെയ്യാനില്ലാത്ത ഒരാളായിട്ടാണ് ഇപ്പോൾ ട്രംപ് വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ തവണ ട്രംപിനെ എന്താ റഷ്യ കൊളീഷൻ, റഷ്യ എന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. അപ്പോൾ ട്രംപിനെ എപ്പോഴും ഒരു താഴ്ത്തിക്കെട്ടുന്ന ഒരു നിലപാടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ എപ്പോഴും. പക്ഷേ ഇപ്രാവശ്യം ആരും ചോദ്യം ചെയ്യാനില്ലാത്ത ഒരു അവസ്ഥ വന്നിരിക്കുന്നു ട്രംപിനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കും. അപ്പോൾ ഇത് അമേരിക്കയെ എങ്ങനെ ബാധിക്കും? ലോകത്തെ എങ്ങനെ ബാധിക്കും? ഇത് ഗുണമായിരിക്കുമോ ദോഷമായിരിക്കുമോ എന്നാണ് നമുക്കറിയേണ്ടത്. ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഉള്ളത് സജിമോൻ ആന്റണി, ഫൊക്കാനയുടെ പ്രസിഡന്റാണ്. ഫൊക്കാന പ്രസിഡന്റ് എന്നതിനേക്കാൾ ഒരു ന്യൂസ് കാസ്റ്ററും ഒരു മീഡിയ പേഴ്സണായിട്ട് നമുക്ക് അദ്ദേഹം മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആ രംഗത്താണ് അദ്ദേഹം കൂടുതൽ ശോഭിക്കുന്നതെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് സ്വാഗതം. ഇനി ശ്രീ അനിൽ പുത്തഞ്ചിറ, അദ്ദേഹം എഴുത്തുകാരനാണ്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് അഭിപ്രായം പറയുന്ന ആളാണ്. സ്വന്തമായ കാഴ്ചപ്പാടുള്ള ആളാണ്. അദ്ദേഹത്തിനും സ്വാഗതം. ശ്രീ ദിനേഷ് തമ്പി, അദ്ദേഹവും എഴുത്തുകാരനാണ്. കാര്യങ്ങൾ വെട്ടിത്തുറന്ന് സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന വ്യക്തിയാണ്. എന്നാൽ ഒരു തീവ്ര നിലപാടില്ലാത്ത ആളുമാണ് താനും. അപ്പോൾ അദ്ദേഹത്തിനും സ്വാഗതം. പിന്നെ നമ്മോടൊപ്പം ഉള്ള പ്രവാസി ചാനലിൻ്റെ ഈ മലയാളിയുടെയും മാനേജിംഗ് ഡയറക്ടർ പിന്നെ സുനിൽ ട്രൈസ്റ്റാറാണ്. സുനിൽ ട്രൈസ്റ്റാറിനും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ചോദിക്കുന്ന സജിമോൻ ആന്റണിയോട്, ഈ ട്രംപിൻ്റെ സുവർണയുഗം വരുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? ആ സുവർണയുഗം എന്തായിരിക്കും? നമ്മൾക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഇപ്പം നമ്മൾ വിലക്കയറ്റമുണ്ട്, അതുപോലെ ഇമിഗ്രേഷൻ പ്രശ്നമുണ്ട്, അതുപോലെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഈ ക്ലൈമറ്റ് പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിടക്കുന്നു. അപ്പോൾ ഇതിൽ ട്രംപിൻ്റെ നയങ്ങൾ പിന്നെ ഏതൊക്കെ രീതിയിലാണ് രാജ്യത്തെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, രാജ്യത്തെ ബാധിക്കാൻ പോകുന്നത്? താങ്കളുടെ ഒരു അഭിപ്രായം എന്താണത്? സുവർണയുഗത്തിലേക്കുള്ളൊരു കാൽവയ്പാണോ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്? താങ്ക് യു. ആദ്യം തന്നെ പ്രവാസി ചാനലിലെയും ഈ മലയാളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരു നമസ്കാരം. ഇന്ന് ട്രംപിന്റെ സത്യപ്രതിജ്ഞയുടെ ആദ്യത്തെ സെന്റൻസ് ശ്രീ ജോർജ് ഏട്ടൻ പറഞ്ഞുകൊണ്ട് തന്നെ ഗോൾഡൻ ഏജ് ഓഫ് അമേരിക്ക തുടങ്ങുകയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സെന്റൻസ്. രണ്ടാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് അമേരിക്ക ഫസ്റ്റ്, പ്രൗഡ്, പ്രോസ്പെറസ് ആൻഡ് ഫ്രീ. ഈ രണ്ട് സെന്റൻസിലാണ് ഇന്ന് അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ തുടങ്ങിയത്. വളരെയധികം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ 2016 അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ കണ്ടതാണ്. 2020 എന്താണ് നടന്നത് നമ്മൾ കണ്ടു. ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് തുടക്കത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു സിവിലിറ്റി നമ്മൾ ഇന്നത്തെ പ്രോസസ്സിന് കണ്ടു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 2020 അന്ന് ഇലക്ട് ആയ പ്രസിഡന്റ് ജോ ബൈഡനെ റിസീവ് ചെയ്യാനോ ട്രംപ് നിന്നില്ല. ട്രംപ് പുറംവാതിലൂടെ പോവുകയായിരുന്നു. അങ്ങനെ കുറെ പള്ളപ്പിണക്കുകളും കുറെ ഫ്ലിപ്പ് ഫ്ലോപ്പുകളും അന്ന് നമ്മൾ കണ്ടു. എന്നാലും ഇന്നത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഡെമോക്രാറ്റുകൾ ബിഹേവ് ചെയ്തു, രണ്ട് പാർട്ടിയും ബിഹേവ് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യാതെ വളരെ സൗമ്യനായ, വളരെ പൊളിറ്റിക്കലി മച്വർ ആയ ഒരു ട്രംപിനെയാണ് നമ്മൾ ഇന്നത്തെ സ്പീച്ചിനകത്ത് നമ്മൾ കണ്ടത്. താങ്കൾ ചോദിച്ച ഉത്തരത്തിലേക്ക് ഗോൾഡൻ ഏജ് ആണോ വരാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2016 ഏത് സമയത്തും ഏത് പാർട്ടി ഇലക്ഷന് നിന്നാലും അല്ലെങ്കിൽ ഏത് ലീഡർ ഇലക്ഷന് നിന്നാലും ഇലക്ഷന്റെ സമയത്ത് ചില റെട്രിക്സ് ഉണ്ട്. അപ്പം അത് തന്നെ പൂർണ്ണമായിട്ടും പ്രാവർത്തികമാകണമെന്നില്ല ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2016 അദ്ദേഹം പറഞ്ഞു മെക്സിക്കൻ ബോർഡറിൽ കംപ്ലീറ്റ് ഭിത്തി പണിയും, അതോടൊപ്പം അതിന്റെ എക്സ്പെൻസ് മെക്സിക്കോ പേ ചെയ്യും എന്നൊക്കെ പറഞ്ഞായിരുന്നു. കുറേയധികം അത് സാധിച്ചു. എന്നാൽ മെക്സിക്കോ പേ ചെയ്തോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അപ്പം പല കാര്യങ്ങളും പറഞ്ഞ പോലെ തന്നെ അപ്പടി നടപ്പാക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. എന്നാൽ ഇത്തവണ അതേ ട്രാക്കിലായിരുന്നു ഈ സത്യപ്രതിജ്ഞയുടെ ഒരു ടോട്ടലുള്ള ഒരു സ്പീച്ച് വിശകലനം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം എന്താണോ ക്യാമ്പയിനിൽ പറഞ്ഞത് അതിൻ്റെ തന്നെ ഒരു റിപ്പീറ്റേഷൻ ആയിരുന്നു നമ്മളത് കണ്ടിരുന്നത്. എന്നാൽ ഒന്നുകൂടി ഒരു സിവിൽ വേയിലായിരുന്നു, ഒന്നും കൂടി ഒരു പ്രൊഫഷണൽ, ഒരു മച്വർ പൊളിറ്റീഷ്യന്റെ ഒരു ആംഗിളിലായിരുന്നു എന്ന് മാത്രം. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ആരൊക്കെ പങ്കെടുത്തു? പതിവിന് വിപരീതമായി കുറേ കാര്യങ്ങൾ ഫസ്റ്റ് ടൈം എന്നുള്ള രീതിയിൽ ഇവിടെ നടക്കുകയുണ്ടായി. ഒന്ന്, ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ട്രംപിന്റെ ടൈ ആണ്. സാധാരണ ഗതിയിൽ ട്രംപ് റെഡ് ആയിരിക്കും ഇടുന്നത് എന്ന് കരുതി ഞാനും റെഡ് ഇട്ടായിരുന്നു. എന്നാൽ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇന്ന് അദ്ദേഹം റെഡ് അല്ല ഉപയോഗിക്കുന്നത്. അതിന് പകരം റെഡും ബ്ലൂവും കൂടെ മിക്സ് ആകുന്ന
കളറാണ് അദ്ദേഹം യൂസ് ചെയ്തത്, അതായത് പർപ്പിൾ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ പർപ്പിൾ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഡെമോക്രാറ്റ് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും അമേരിക്കൻ ജനതയെ ഒന്നടങ്കം ഒരുമിച്ച് കൊണ്ടുപോകാം, അല്ലെ ഒരു സമാധാനത്തിന്റെ മെസ്സേജ് ആണ് വരുന്നത് എന്ന് തോന്നി. ആ ഒരു ആംഗിൾ ആയിരുന്നു അദ്ദേഹത്തിന്റെ മെസ്സേജ് എന്നാണ് എനിക്ക് പറയാൻ കഴിയും. എന്നാൽ ഇതും കൂടി എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. രണ്ടാമതൊരു പോയിന്റ് ഇതേ സബ്ജക്റ്റ് പറയുകയാണെങ്കിൽ, സാധാരണ അമേരിക്കയിലെ ഇങ്ങനെയൊരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഫോറിൻ ഡിഗ്നേറ്റേഴ്സിലെ പ്രസിഡന്റ് അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കാറില്ല, അല്ലെ വന്നിട്ടില്ല. എന്നാൽ ഇത്തവണ അദ്ദേഹം ചൈനീസ് പ്രസിഡന്റിനെയാണ് ആദ്യം വിളിച്ചത്. ഇലക്ഷന് മുമ്പ് ഏറ്റവും കൂടുതൽ ബാഷ് ചെയ്തത് ചൈന ആയിരുന്നു. എന്നാൽ അവിടുത്തെ പ്രസിഡന്റ് തന്നെ വിളിച്ചുകൊണ്ട് ഉദാഹരണം ഒരു ഹിസ്റ്ററി മാറ്റി കുറിച്ചു. അതോടൊപ്പം തന്നെ അർജന്റീനിയൻ പ്രസിഡന്റും ജോർജിയ പ്രസിഡന്റും അതുപോലെ തന്നെ ഇറ്റാലിയൻ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും ഒക്കെ ആയിരുന്നു ക്ഷണിക്കപ്പെട്ടിരുന്നത് എന്ന് പ്രത്യേകം നോട്ട് ചെയ്യപ്പെട്ടു. എന്നാൽ ഇതിന് ശേഷം ഈ ഒരു സെലിബ്രേഷൻ, ഈ ഒരു സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ അനുയായികളെ കണ്ടപ്പം അവിടെയുള്ള ഒരു ടോണ് എന്ന് പറയുന്നത് തികച്ചും എന്താ പറഞ്ഞത്, പാർട്ടിസൺ ആയിരുന്നു എന്നായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹം ഒരു ഇലക്ഷൻ മോഡിലേക്ക് തിരിച്ചു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ഈ ചാനൽ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് 10 മിനിറ്റ് മുമ്പ് തന്നെ ഞാൻ ഇപ്പം ജസ്റ്റ് അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് വാച്ച് ചെയ്യുകയുണ്ടായി. അതിനകത്തും അതിന്റെ ഒരു റിപ്പീറ്റേഷൻ ആയിരുന്നു, ഒരു പാർട്ടിസൺ പൊളിറ്റീഷ്യന്റെ റിപ്പീറ്റേഷൻ ആയിരുന്നു ഞാൻ കണ്ടത്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ട്രംപ് എപ്പോഴും ഒരു ബിസിനസ്മാൻ ആണ്, ഒരു ഷോമാൻ ആണ്. അപ്പൊ ആ ഒരു ഷോയുടെ ഒരു TV പേഴ്സണാലിറ്റി എങ്ങനെ ക്രൗഡ് പുൾ ചെയ്യാൻ പറ്റും, ആ ഒരു രീതിയിലുള്ള എല്ലാ ആക്ഷൻസും അദ്ദേഹം ഓരോ എക്സിക്യൂട്ടീവ് ഓർഡറും സൈൻ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു, അതിനെ റീഎംഫസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കാണുമ്പം എനിക്ക് തോന്നുന്നു ഗോൾഡൻ ഏജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നേക്കാം. എന്നാൽ വേറൊരു ക്ലാസിക് ഡിഫറൻസ് കൂടെ എനിക്ക് പ്രത്യേകമായിട്ട് ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ട്രംപ് ക്യാമ്പയിന് റണ്ണ് ചെയ്തത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അദ്ദേഹം ഒരിക്കലും MWGA എന്ന് പറഞ്ഞില്ല, മീൻസ് മേക്ക് ദ വേൾഡ് ഗ്രേറ്റ് അഗെയിൻ. അപ്പം മാഗ വേഴ്സസ് MWGA. അപ്പം ഇതുവരെയുള്ള ചില പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് അമേരിക്കയിൽ പോലെയുള്ള ലോക നേതാക്കന്മാർ വരുമ്പം അദ്ദേഹം ഇതിലൂടെ അവരൊക്കെ ലോക ജനതയെ ഒന്നടങ്കം അഡ്രസ് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ലോകത്തിൽ മൊത്തം അഭിവൃദ്ധി ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, ലോകത്തിന്റെ പ്രോസ്പെരിറ്റിയാണ് അമേരിക്കയുടെ പ്രോസ്പെരിറ്റി, അങ്ങനെയുള്ള സെന്റൻസുകളൊക്കെ ആയിരുന്നു സാധാരണ ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ സ്പീച്ചിലൊക്കെ കാണപ്പെടേണ്ടിയിരുന്നത്. എന്നാൽ ഇപ്പം വളരെ വ്യത്യസ്തമായിട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. 2016 ശേഷം ഇവിടെ മാത്രമല്ല ഇതേ ഒരു ടോണ് ഇറ്റലിയിലും അതോടൊപ്പം തന്നെ ബ്രസീലിലും ജോർജിയയിലും ഇങ്ങനെ പല രാജ്യങ്ങളിലും സ്വന്തം രാജ്യം ഇൻക്ലൂഡിങ് നമ്മുടെ ഇന്ത്യയിൽ പോലും മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള ക്യാമ്പയിനാണ് വരുന്നത് പ്രൈം മിനിസ്റ്റർ മോദി വരുമ്പം. അപ്പൊ അതിലൊന്നും നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ രാജ്യത്തിന്റെയും ലീഡേഴ്സിന്റെ കടമ അവരുടെ ജനതയെ പരിരക്ഷിക്കുക, അവരുടെ പ്രോസ്പെരിറ്റി, അവരുടെ പീസ് എന്നുള്ളതാണ്. അതിനകത്തൊരു സംശയവുമില്ല, ഒരു തെറ്റുമില്ല. എന്നാൽ അമേരിക്കയെ പോലെയുള്ള ഒരു ലീഡിംഗ് നേഷന് ലോക ജനതയോടുള്ള ഒരു ഉത്തരവാദിത്തം എവിടെ വരെ ഉണ്ട്, അതിനൊരു മങ്ങലേക്കപ്പെടുവോ, അവിടെ നിന്ന് സ്ട്രാറ്റജി പുറകേക്കാണോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കി കാണേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പെട്ടെന്ന് ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഏകദേശം 9 എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പ് അദ്ദേഹം സൈൻ ചെയ്യുകയുണ്ടായി. 78ഓളം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്, ബൈഡന്റെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് റിവോക്ക് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൂടാതെ ബാക്കി 8 എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് കൂടി അദ്ദേഹം ചെയ്തു. ഏകദേശം 17ഓളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പറയുകയുണ്ടായി. അതായത് ഇൻക്ലൂഡിംഗ് പാരീസ് ക്ലൈമറ്റിൽ നിന്ന് അക്കോർഡിൽ നിന്ന് പിന്മാറുന്നത് ഉൾപ്പെടെ, മെക്സിക്കോ ബോർഡറിൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ഏകദേശം 17ഓളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പം മുന്നേക്ക് നോക്കി കാണേണ്ടത് ഇതിന്റെ ഒരു തുടർച്ചയാകുമോ എന്നുള്ളതാണ്. അതോടൊപ്പം എനിക്ക് ഇതിലൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് പ്രസിഡന്റ് സൈൻ ചെയ്യുന്നത് ആദ്യമായിട്ടല്ല. ഇതിനു മുമ്പും എല്ലാ പ്രസിഡന്റുമാരും ചെയ്യാറുള്ളൊരു പതിവാണ്. എന്നാൽ ഇത്രയും കൊട്ടിഘോഷിപ്പിച്ച് ഇത്രയും മീഡിയയുടെ അറ്റൻഷൻ വാങ്ങിക്കൊണ്ട് മേ ബി ചെയ്യുന്നത് ഈ ഒരു അവസരത്തിലായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് ഒരു ഡേറ്റ ചെക്ക് ചെയ്യുകയുണ്ടായി. ട്രംപിന്റെ ആദ്യത്തെ ടൈമിൽ അദ്ദേഹം ഏകദേശം 220 എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആണ് സൈൻ ചെയ്തത്. അപ്പൊ ഞാൻ പെട്ടെന്ന് ചെക്ക് ചെയ്തു, ക്ലിന്റൺ എത്ര ചെയ്തു? ക്ലിന്റൺ 364 ചെയ്തു. എനിക്ക് പ്രസിഡന്റ് ബൈഡൻ 173 ചെയ്തു. എന്നാൽ 3723 വരെ ചെയ്തിട്ടുണ്ട്, FDR ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് എന്ന് പറയുന്നത് പുതുമയല്ല, എങ്ങനെ ചെയ്യുന്നു, ഏത് സമയത്ത് ചെയ്യുന്നു, ഏത് സബ്ജക്ട് ചെയ്യുന്നതും എന്നും കൂടെ നമുക്ക് നോക്കി കാണേണ്ടതാണ് എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഈ എക്സിക്യൂട്ടീവ് ഓർഡറിനെ പറ്റി എന്തായാലും എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഓർഡർ എന്ന് ശ്രീ സജിമോഹൻ ആന്റണി അല്പസമയത്തിന് ശേഷം പറയുമെന്ന് കരുതുന്നു. അതേപ്പറ്റി ഒന്നുകൂടെ ഒന്ന് നോക്കിക്കൊള്ളു. ഏതായാലും ശ്രീ അനിൽ പുത്തഞ്ചിറ, നമ്മൾ കാണുന്നത് ഈ റേസിസം അല്ലെങ്കിൽ നിയോനാസികൾ, അങ്ങനെ ഒരു ഇമിഗ്രന്റ് വിരുദ്ധർ, അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ട്രംപിനെ അനുകൂലിക്കുന്നതിൽ നല്ലൊരു പങ്ക്, അല്ലെങ്കിൽ കുറച്ചൊരു പങ്ക്. അവരുടെ പ്രാധാന്യം വളരെ കൂടുന്നു.
അപ്പോൾ ആ റേസിസം ശക്തിപ്പെട്ടാൽ അത് നമ്മളെ എങ്ങനെ ബാധിക്കും? നമ്മളൊക്കെ വെള്ളക്കാരാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും നമ്മൾ വെള്ളക്കാരല്ലാന്ന് നമുക്കും അറിയാം, അവർക്കും അറിയാം. അപ്പോൾ അത് ഏത് രീതിയിൽ നമ്മളെ ബാധിക്കും? വാസ്തവം പറഞ്ഞാൽ ഈ ട്രംപിൻ്റെ ഈ രണ്ടാമത്തെ ഭരണം അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? ഇല്ലീഗൽ ഇമ്മിഗ്രൻസിനെയാണ് ലക്ഷ്യമിടുന്നതെങ്കിലും നമ്മളും ഇമ്മിഗ്രൻസ് ആണ്, ലീഗലാണെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പം ഒരു ചൊല്ലു തന്നെയുണ്ട്, നിങ്ങളുടെ അയൽക്കാരൻ്റെ വീടിന് തീ പിടിക്കുമ്പം നമ്മുടെ വീടും സുരക്ഷിതമല്ല എന്ന് ഓർക്കണം എന്നൊരു ചൊല്ലു തന്നെയുണ്ട്. അപ്പം ഈ റേസിസം ശക്തിപ്പെട്ടാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചിന്താഗതി വളർന്നു വന്നാൽ അത് നമ്മളെ എങ്ങനെ ബാധിക്കും? ഓക്കെ, താങ്ക് യു ജോർജ് ജോസഫ് ജി. താങ്ക് യു സുനിൽ ട്രൈസ്റ്റാർ ഫോർ ഹാവിംഗ് മീ ഓൺ ദ പാനൽ. ഞാനൊരു ഹാർഡ് കോർ ട്രംപ് സപ്പോർട്ടറാണ്. അതുകൊണ്ട് തന്നെ ട്രംപിനെ പറ്റി പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ വാചാലനാവും, ഞാൻ ചിലപ്പോൾ ഇമോഷണൽ ആവും. ലൈക്ക് മെനി മില്യൺസ് ഓഫ് പീപ്പിൾ, ഞാൻ ഇന്ന് വളരെ പ്രൗഡായിട്ടുള്ള ഒരു ദിവസമാണ് എനിക്ക് ഇന്ന്. ആ ട്രംപിനെ പറ്റിയുള്ള ആഗോള ധാരണകൾ, അതായത് ട്രംപ് പറയുമ്പോൾ കൂടെ ചർച്ച ചെയ്തിരുന്ന ചില വിഷയങ്ങൾ ഒന്നായിട്ട് മാഞ്ഞു പോയിരിക്കുന്ന ഒരു ദിവസമാണ്. ഇന്നലെ വരെ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ 24/7 CNN ആണെങ്കിലും ശരി, ഈ മലയാളി ആണെങ്കിലും ശരി, പ്രവാസി ചാനലാണെങ്കിലും ശരി, എന്തായിരുന്നു ട്രംപ് എന്ന് പറയുമ്പോൾ കൂടെ പറഞ്ഞിരുന്ന വാക്കുകൾ? ട്രംപ് എന്ന് പറഞ്ഞിരുന്ന വാക്കുകളാണ് നേരത്തെ ജോർജ് ജോസഫ് ജി പറഞ്ഞ പോലെ റഷ്യ. രണ്ടാമത് പറഞ്ഞിരുന്ന വാക്കുകളാണ് January 6 കലാപം, നീലച്ചിത്ര നടി സ്റ്റോമി ഡാനിയലിന് പണം കൊടുത്തത്, ന്യൂയോർക്കിലെ കേസ് ഫാൾസിഫൈയിങ് ബിസിനസ് റെക്കോർഡ്സ്, ഫ്ലോറിഡയിലെ കേസ് ഹാൻഡ്ലിംഗ് ഓഫ് ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ്. ഇങ്ങനെയുള്ള സംഗതികളിൽ നിന്ന് എന്താണ് ട്രംപ് ഈ ജയിച്ചു വന്നതോടുകൂടി അല്ലെങ്കിൽ ഈ ഭരണം ഏറ്റെടുത്തതോടുകൂടി മായ്ച്ചു കളയാൻ പറ്റിയത് അദ്ദേഹത്തിന്? ഇപ്പൊ എന്താണ് മീഡിയ ചർച്ച ചെയ്യുന്നത്? നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റഷ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ രാജ്യമാണ് കാനഡ. ആ കാനഡ ഒരുപക്ഷെ 41 മില്യൺ ആൾക്കാരുള്ള കാനഡ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് വരുമോ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രംപ് കാരണം. ഗ്രീൻലാൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ്. അവിടെ 82% കണ്ട് മഞ്ഞു മൂടി കിടക്കുകയാണ്. അവിടുത്തെ ലോഹങ്ങൾ, വാതകങ്ങൾ, എണ്ണഖനനങ്ങൾ അത് അമേരിക്കയ്ക്ക് വേണോ? അവർ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ അണ്ടറിൽ വരുമോ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പനാമ കനാൽ 1900-ൽ അമേരിക്ക പണി കഴിച്ച് 1977-ലാണെന്ന് തോന്നുന്നു, 77-ൽ നമ്മളുടെ ജിമ്മി കാർട്ടർ പനാമയ്ക്ക് കൈമാറിയ കനാൽ, അതിന്റെ കൺട്രോൾ, അതിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് തിരിച്ചു വേണമെന്ന് ട്രംപ് പറയുമ്പോൾ അതാണ് ഇന്ന് മീഡിയ ചർച്ച ചെയ്യുന്നത്. നമ്മളെ അമേരിക്കൻ ഷിപ്പുകളെ കൂടുതൽ ചാർജ് ചെയ്യുന്നു, നമ്മൾ അങ്ങനെയല്ല, അത് നമ്മളുടെയാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് പറയുമ്പോൾ എന്തിന് ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് പറയണം, ഗൾഫ് ഓഫ് അമേരിക്ക എന്നല്ലേ പറയേണ്ടതെന്ന് ട്രംപ് ചോദിക്കുമ്പോൾ അതാണ് ഇപ്പോഴത്തെ ചാനൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ട്രംപിന്റെ ഇന്നലെ വരെയുള്ള എല്ലാ ഹിസ്റ്ററിയും അദ്ദേഹം തുടച്ചു മാറ്റിയ ഒരു പുതിയ ചരിത്രമാണ് അദ്ദേഹം ഇന്ന് എഴുതിയിരിക്കുന്നത്. ലോകത്തിനോട് ട്രംപ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അമേരിക്കയിൽ എല്ലാവരും പറയും വോക്ക്, സ്മോക്ക് ആൻഡ് ഡു നോട്ട് വർക്ക്. എല്ലാവരും അല്ല, കുറച്ച് ആളുകളെങ്കിലും. വോക്ക്, സ്മോക്ക് ആൻഡ് ഡു നോട്ട് വർക്ക്. അതല്ല അമേരിക്ക എന്നുള്ളതാണ് ട്രംപിന്റെ വിജയത്തോടുകൂടി ട്രംപ് നമുക്ക് കാണിച്ചിരുന്നത്. ഇനി ഒരു ചോദ്യം പറഞ്ഞത്, എന്നോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ചോദിച്ചത്, ഒരു റേസിസം നമ്മളെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം റേസിസം ഒരു പ്രശ്നമാകുമോ എന്നാണ് എന്നോട് ചോദിച്ച ചോദ്യം. നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഏതൊരു മലയാളിയോട് ചോദിച്ചു കഴിഞ്ഞാലും പറയും, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ വേണ്ട, ബോംബെയിൽ വർക്ക് ചെയ്തിട്ടുള്ള അവരെ മദ്രാസി എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോംബെക്കാരനും മടി കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്ത്യയിലുള്ള റേസിസത്തിന്റെ പകുതി റേസിസം അമേരിക്കയിൽ ഉണ്ടോ എന്ന് റിയാലിറ്റി വെച്ച് നമുക്ക് ഇന്ത്യക്കാർക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഹൈലി ഡൗട്ട് ഇറ്റ്. നമ്മൾ അമേരിക്കയിൽ റേസിസം അറ്റ്ലീസ്റ്റ് നിയമം ഉള്ളത് കൊണ്ട് ഒരാളും ഉള്ളിൽ കാണിച്ചാൽ പോലും പുറമേക്ക് കാണിക്കില്ല റേസിസം ഉണ്ട് എന്നുള്ളത്. അപ്പം നമ്മൾ റേസിസത്തിന് വേണ്ടിയിട്ട് ട്രംപ് വന്നു എന്ന് കരുതി നമ്മൾ അമേരിക്കൻസിനെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ സ്കിൻ ബ്രൗൺ ആണ് എന്ന് കരുതി നമുക്കൊരു അപകർഷബോധത്തിന്റെ ആവശ്യമില്ല. അമേരിക്കൻസിനുള്ള അത് ബ്ലാക്ക് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും ബ്രൗൺ ആണെങ്കിലും എല്ലാ അമേരിക്കൻസിനും തുല്യ അവകാശമാണ് ഈ രാജ്യത്ത്. ഈ ശ്രീ ജിനേഷ് തമ്പി, ഈ വാസ്തവം പറഞ്ഞാൽ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അമേരിക്കൻ മീഡിയയ്ക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ന്യൂയോർക്ക് ടൈംസ്, CNN, ABC, NBC, പൊളിറ്റിക്കോ, അറ്റ്ലാന്റിക് വീക്ക്ലി, സർവ്വ മാധ്യമങ്ങളും ട്രംപിനെതിരായിരുന്നു. എന്നിട്ടും ട്രംപ് വിജയിച്ചു വന്നു. ഈ മാധ്യമങ്ങൾ എന്ന് മാത്രമല്ല, ഈ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെ അവഗണിച്ചുകൊണ്ട് റോഷ് ജോഗൻ പോലെയുള്ള പോഡ്കാസ്റ്റ് അവരെ ഉപയോഗിച്ചാണ് ട്രംപ് വിജയം കണ്ടത്. ഈ കമലാ ഹാരിസിന്റെ ഇന്റർവ്യൂ 7 ലക്ഷം പേര് കണ്ടപ്പം 46 മില്യനാണ്
ട്രംപിൻ്റെ ഇൻ്റർവ്യൂ കണ്ടത്. അപ്പം മീഡിയയുടെ പ്രാധാന്യം, മീഡിയ വിചാരിച്ചാൽ ഒരു കാര്യവും നടക്കില്ല എന്നാണ് ഈ ഇലക്ഷൻ നമുക്ക് ബോധ്യമാക്കി തന്നത്. സത്യം പറഞ്ഞാൽ ഈ അമേരിക്കയുടെ ഒരു അജണ്ട നിശ്ചയിക്കുന്നതിൽ ഇതുവരെ മീഡിയയ്ക്കുണ്ടായിരുന്ന ആ ഒരു പങ്ക് അങ്ങ് ഇല്ലാതാവുന്നു. അപ്പോൾ ഈ ഇലക്ഷൻ പിന്നെ ഇലക്ഷൻ കഴിഞ്ഞ് ട്രംപ് വിജയിച്ചു, മീഡിയയ്ക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? മീഡിയ വല്ലതും പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? മീഡിയയ്ക്ക് ആ പഴയ ശക്തി എന്തെങ്കിലും തിരിച്ചു വരുമോ ഈ ട്രംപിൻ്റെ കാലത്ത്? ഒരു പിന്നെ ട്രംപിനൊരു നാലാം തൂണായിട്ട് ട്രംപിനെതിരെ അല്ലെങ്കിൽ ശക്തമായ ഒരു പിന്നെ ഒരു എതിരഭിപ്രായമായിട്ട് മീഡിയയ്ക്ക് നിലകൊള്ളാൻ സാധിക്കുമോ? എന്താണ് താങ്കളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ? താങ്ക് യു ജോർജ് ജോസഫ് സർ. താങ്ക് യു ശ്രീ സുനിൽ ട്രൈസ്റ്റാർ. ഈ മലയാളി പ്രവാസി ചാനൽ എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന്. ഇന്ന് നമ്മളൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസത്തിലാണ് നമ്മൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത്. അതായത് ഏതാണ്ട് 150 വർഷങ്ങൾക്ക് ശേഷം നോൺ കൺസിക്യൂട്ടീവ് ടേമിൽ അമേരിക്കയിൽ ഒരു പ്രസിഡന്റ്, അത് കട്ടിങ് അക്രോസ് പൊളിറ്റിക്കൽ ഒപ്പോസിഷൻ, നമുക്ക് കൃത്യമായിട്ടും പറയാനായിട്ട് സാധിക്കും. അതായത് ഒരു വീരോചിത പരിവേഷത്തോടു കൂടിയാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം മുമ്പ് എൻ്റെ പാനലിസ്റ്റുകൾ പറഞ്ഞ പോലെ തന്നെ, ഞാൻ എന്ത് വാക്ക് പറയുന്നോ, എന്ത് പ്രോമിസ് ഞാൻ ഇലക്ടറേറ്റിന് ചെയ്യുന്നോ അത് നടപ്പാക്കും എന്നുള്ള ആ ഒരു ധീരതയോട് കൂടിയിട്ട് അങ്ങനെ ഒരു വിശേഷണം ഡൊണാൾഡ് ട്രംപിന് എക്കാലത്തും ഉണ്ടായിരുന്നിട്ടുണ്ട്. ആ വിശേഷണത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ ഇനോഗ്രൽ അഡ്രസ്സിലും നമുക്ക് കൃത്യമായിട്ട് അത് കേൾക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ ഇന്ന് അദ്ദേഹം നടത്തിയ ആ ഒരു ഇനോഗ്രൽ അഡ്രസ്സിൽ മുമ്പ് ശ്രീ സജിമോൻ ആന്റണി പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇനോഗ്രൽ അഡ്രസ്സിൽ മുഴച്ചു നിന്നത് അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് എന്നുള്ള പോളിസിയാണ്. നമ്മളിൽ പലർക്കും അറിയാം, മുമ്പ് റൊണാൾഡ് റേഗന്റെ ഇനോഗ്രൽ അഡ്രസ്സിൽ അദ്ദേഹം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി. അതായത്, ദ ഗവൺമെന്റ് ഈസ് നോട്ട് ദി സൊല്യൂഷൻ ടു ദ പ്രോബ്ലം, ഗവൺമെന്റ് ഈസ് ദ പ്രോബ്ലം ഇറ്റ് സെൽഫ് എന്ന്. അങ്ങനെ ഏതെങ്കിലും ഒരു ഭരണാധികാരി വന്നിട്ട് വളരെ ചങ്കുറപ്പോട് കൂടിയിട്ട് ഒരു മാസീവ് ക്ലെയിം പറഞ്ഞ ഒരു ചരിത്രമൊക്കെ അമേരിക്കയിലുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു സ്പെക്ടാക്കുലർ ക്ലെയിം ഒന്നും ഇന്നത്തെ ഇനോഗ്രൽ അഡ്രസ്സിൽ നമ്മൾ കണ്ടില്ല. അഗെയിൻ ഇറ്റ് വാസ് എ റെറ്റോറിക് കാറ്ററിംഗ് ടു ഹിസ് ബേസ്. അങ്ങനെയായിരുന്നു. എന്നിരുന്നാലും ലോകം വളരെ ആകാംക്ഷയോടുകൂടിയാണ് ട്രംപിന്റെ ഈ രണ്ടാമത്തെ അദ്ദേഹം അധികാരമേൽക്കുന്നതിനെ ഉറ്റുനോക്കുന്നത്. അദ്ദേഹത്തിന്റെ പോളിസീസിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു, അദ്ദേഹത്തിന്റെ ബേസിനെ അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നു. മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്ന ഒരു സ്റ്റൈലോ ഒരു ബോധർ ചെയ്യുന്ന ഒരു സ്വഭാവ വിശേഷണമോ അദ്ദേഹത്തിനില്ല. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം, വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ മീഡിയ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു പാരഡിം ഷിഫ്റ്റ് മീഡിയയുടെ റോളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ട്രഡീഷണൽ മീഡിയ സോഴ്സസ് ആയിട്ടുള്ള CNN, MSNBC, CBS, ഇവരൊക്കെ നമ്മുടെ പുതിയ അമേരിക്കൻ പ്രസിഡന്റ് വളരെ ഫേമസ്ലി വിശേഷിപ്പിക്കുന്നത് ഫേക്ക് മീഡിയ എന്നാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കട്ടിങ് അക്രോസ് ദ പൊളിറ്റിക്കൽ ലൈൻസ്, അതായത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സപ്പോർട്ടർ ആവട്ടെ, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സപ്പോർട്ടർ ആവട്ടെ, ഒരു കാര്യം അംഗീകരിച്ചു കൊടുത്തേ സാധിക്കത്തുള്ളൂ. അതായത് അദ്ദേഹം എന്ത് പറയുന്നോ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഫേക്ക് മീഡിയ എന്ന് പറഞ്ഞാൽ അത് ഫേക്ക് മീഡിയ തന്നെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു കൂസലുമില്ല. അതുകൊണ്ട് വേൾഡ് വൈഡ് ക്രിറ്റിക്സ് അദ്ദേഹത്തെ അപമാനിക്കുകയോ അദ്ദേഹത്തിന് നേരെ കല്ലെറിഞ്ഞാലും അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ല. ഫേക്ക് മീഡിയ ഫോർ ഹിം ഇസ് ഫേക്ക് മീഡിയ. ഇതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ, വളരെ ഒരു വീരോചിതമായിട്ടുള്ള പരിവേഷത്തോടു കൂടി അറ്റ്ലീസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി സപ്പോർട്ടേഴ്സിന് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ്ഷിപ്പിലോട്ട് കയറിയിരിക്കുന്നത്. ഇനി നമ്മൾ വേറൊരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ട്രഡീഷണൽ മീഡിയ പതുക്കെ കർട്ടൻസിന്റെ പിന്നാലെ പോകുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിലും പോഡ്കാസ്റ്റ്, അതായത് ട്രംപിന്റെ പോഡ്കാസ്റ്റ് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് പരക്കെ കണക്കാക്കുന്നത്. കമല ഹാരിസിന് ഒരു പോഡ്കാസ്റ്റിൽ ഇന്റർവ്യൂവിന് വരാനായിട്ട് ഒരു ധൈര്യം കാണിച്ചില്ല. അപ്പോൾ ദ മീഡിയ ഈസ് ചേഞ്ചിങ്. പക്ഷേ എന്താ പറയുന്നത്, ഒരു മീഡിയയുടെ ഇൻഫ്ലുവൻസ് ചേഞ്ച് ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യയിൽ നരേന്ദ്രമോദി മീഡിയ റൈറ്റ്സിനെ എല്ലാം കറക്റ്റെയിൽ ചെയ്തുകൊണ്ട് എതിരെ പറയുന്ന മീഡിയ സോഴ്സസിനെ, അത് NDTV ഉൾപ്പെടെ കൂച്ചുവിലങ്ങ് വിട്ടുകൊണ്ടാണ് ഓൾമോസ്റ്റ് മീഡിയയുടെ ഒരു പുട്ടിങ് ടേപ്പ് ഓവർ ദർ മൗത്ത്, അങ്ങനെയാണ് മുന്നേറുന്നത്. ഇവിടെ ട്രംപ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഒരു നിഷ്പക്ഷമായിട്ട് നമ്മൾ നോക്കുന്ന ആർക്കും വിലയിരുത്തി സംസാരിക്കാനായിട്ട് സാധിക്കും. എനിബഡി ക്യാൻ സേ എനിത്തിങ് അഗൈൻസ്റ്റ് ദ ഇൻക്യുംബന്റ് പ്രസിഡന്റ്. എല്ലാവരും മീഡിയ എൻ മാസ് പ്രസിഡന്റിന്
എതിരെ നിന്നിട്ടും ദ റിസൾട്ട് വാസ് ഇൻ ഫേവർ. അപ്പോൾ ഇറ്റ് ഇസ് എ ടൈം ഫോർ ന്യൂ മീഡിയ സോഴ്സസ്. അങ്ങനെയാണ് എനിക്ക് ഇതിനെ കാണാൻ താല്പര്യം. This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में. Lawson Travels, where experience meets excellence. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Download the Meteor App USA for free now. Michael Therian, 1-888-644-7222. United Healthcare, call Philippos Samuel. വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു ട്രംപിനെയാണ് കാണുന്നത്. മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഒള്ളി തിങ് ഏത് ടൈപ്പ് മീഡിയ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മൾ വിറ്റ്നസ് ചെയ്തൊരു കാര്യമാണ് അവിടെ എന്ത് നടന്നു ഒരു ട്രാൻസിഷൻ സമയത്ത്. അദ്ദേഹത്തിന് എന്തൊക്കെയോ ചേഞ്ച് വന്നിട്ടുണ്ട്, അത് നല്ലതാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ടൈ കളറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ബൈ പാർട്ടിസൺഷിപ്പ്. 2020 നവംബർ 4 തന്നെ അമേരിക്ക അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. മൈക്ക് പിന്നെ സുനിൽ ട്രൈസ്റ്റാറിന് കൈമാറും മുമ്പ് ഒരു ചോദ്യം കൂടി പിന്നെ ശ്രീ സജിമോനോട്. സജിമോൻ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു ട്രംപിനെയാണ് കാണുന്നത്. അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും. കാരണം ഒരുപാട് അനുഭവങ്ങളിൽ കൂടെ ട്രംപ് തന്നെ അത് പറയുകയുണ്ടായി. അദ്ദേഹം വളരെ മെച്യൂരിറ്റിയും വളരെ പിന്നെ വിജ്ഞാനവും നേടിക്കഴിഞ്ഞു, പിന്നെ നേടിയതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരേ ഒരു പ്രശ്നം, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവര് മിക്കവരും തന്നെ ആ മാർക്കോ റൂബിയോ ഒഴിച്ച് ബാക്കി എല്ലാവരെയും പറ്റിയും ആക്ഷേപങ്ങളും പിന്നെ ആരോപണങ്ങളും എല്ലാം ഉള്ള ആളുകളാണ്. അവർ എല്ലാം ഒരു ഡ്യൂബിയസ് ക്യാരക്ടറായിട്ടാണ് പലപ്പോഴും തോന്നിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല ലൈറ്റ് വെയ്റ്റ്സ്, ഒരു കാര്യപ്പെട്ട ഇപ്പം ഈ കാഷ് പട്ടേല് നമ്മുടെ സ്വന്തം ആളാണെങ്കിലും, നമ്മുടെ സ്വന്തം മീൻസ് ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാലും FBI ഡയറക്ടർ ആകാൻ മാത്രമുള്ള എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തിനുള്ളത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അദ്ദേഹം എന്തോ പബ്ലിക് ഡിഫൻഡർ ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറുകിട ഇതൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഇപ്പം അറ്റോർണി ജനറൽ ആകാൻ പോകുന്ന പാമ്പോണ്ടി അവര് പിന്നെ ഫ്ലോറിഡയിൽ അറ്റോർണി ജനറൽ ആയിരുന്നു അല്ലേ. അങ്ങനെ ഈ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആളുകളാണ് ഈ സ്ഥാനങ്ങളിലെല്ലാം വരുന്നത്. അവരുടെ എല്ലാം ഏക യോഗ്യത ട്രംപിനോടുള്ള വിധേയത്വം, ഭക്തി. അപ്പൊ ട്രംപ് എന്തു പറഞ്ഞാലും അതിനെ ചോദ്യം ചെയ്യാനോ, സാധാരണ നിലയിൽ ഈ മന്ത്രിസഭയിലൊക്കെ ഉള്ള ആളുകൾ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പൊ പ്രസിഡന്റ് പറയുന്നത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയണം, എന്നാലേ തിരുത്താൻ പറ്റുള്ളൂ. അപ്പൊ അതിനൊന്നും പറയുന്നത് അതേപടി അനുസരിക്കുന്ന ആയിരിക്കുന്നു എന്നുള്ളൊരു അവസ്ഥ ഇപ്പോഴുണ്ട്. അപ്പൊ ഇത് എങ്ങനെ ബാധിക്കും? ഈ ലൈറ്റ് വെയ്റ്റ്സ് ആണ് ട്രംപിന്റെ കൂടെ നിൽക്കുന്ന ആളുകളെല്ലാം. അപ്പൊ ആ ഒരു ഭരണരംഗത്ത് ഇത് എങ്ങനെ ബാധിക്കാൻ പോകുന്നു? പ്രത്യേകിച്ച് ഇപ്പം നമുക്കറിയാം കാഷ് പട്ടേലിന്റെ അവിടെ FBI അദ്ദേഹം ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം എത്ര കണ്ട് സ്വീകാര്യനാകും, എത്ര കണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സ്ഥാപനത്തെ നിയന്ത്രിക്കാനാവുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ എല്ലാ രംഗത്തും ഉള്ള ആളുകൾ ഈ പിന്നെ ഭരണപരിചയമോ അല്ലെങ്കിൽ അതുപോലുള്ള സ്റ്റേച്ചറോ ഇല്ലാത്ത ആളുകളാണ്. അപ്പൊ അതെങ്ങനെ ബാധിക്കുമെന്നാണ് താങ്കളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു കമന്റ് പറയുകയാണ് ഇതിന് മുമ്പ് പറഞ്ഞ ആ ഒരു സെഷനെ പറ്റിയിട്ട്. മീഡിയയ്ക്ക് ഇൻഫ്ലുവൻസ് ഇല്ല, അല്ലെങ്കിൽ മീഡിയ ആയിരുന്നു അജണ്ട സെറ്റ് ചെയ്തത് എന്ന് ജോർജ് ഏട്ടൻ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു. ഞാൻ ജിനേഷ് തമ്പിയോട് യോജിക്കുന്നു. കാരണം മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഒള്ളി തിങ് ഏത് ടൈപ്പ് മീഡിയ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. കാരണം 2008 പ്രസിഡന്റ് ഒബാമ വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ത്രൂ ക്യാമ്പയിൻ റൺ ചെയ്ത് ജയിച്ചത്. അത് ദെൻ ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി കോപ്പി ചെയ്ത് മീൻസ് സെയിം ഒരു സ്ട്രാറ്റജി നമ്മൾ കണ്ടു. എന്നാൽ 2016 20 ഡെമോക്രാറ്റ്സ് വളരെ ആക്റ്റീവ് ആയിരുന്നു. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി 2024 കമല ഹാരിസ് സംഭവം ആ ക്യാമ്പയിൻ ഫെയിൽ ആയി, അതിനെ വേണ്ട വിധം വിനിയോഗിക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ട്രംപിന്റെ വിജയം വളരെ വലിയൊരു വിജയമാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വലിയ വിജയം എന്ന് പറയുമ്പോൾ ഒരു 10% മാർജിനോ 20% മാർജിനോ ഉള്ള വിജയമല്ല നമ്മളിവിടെ പറയുന്നത്. 1.5 1.6 തീർച്ചയായും ഒരു വിജയമാണ്, അതിനകത്തൊരു ഡിസഗ്രിമെന്റും ഇല്ല. എന്നാൽ അത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് വൈറ്റ് ഹൗസും സെനറ്റും കോൺഗ്രസും സുപ്രീം കോർട്ടും എല്ലാ ഈ 4 മേജർ പില്ലർ അദ്ദേഹത്തിന് അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെ പോളിസി മാറ്റേഴ്സിന് അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ ജോർജ് ചേട്ടാ, 2016 ഈ ഒരു റെട്രിക്കും ഈ ഒരു
മോഡ് നമ്മൾ കണ്ടതാണ്. അപ്പൊ അന്ന് കണ്ടതിൽ നിന്ന് എന്താണ് ഇപ്പോൾ ഒരു വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഈ ഒരു സ്പെസിഫിക് പോയിന്റിൽ പറയുകയാണെങ്കിൽ 2006 അദ്ദേഹത്തോടൊപ്പം ഗോൾഡ്മാൻ സാക്കിന്റെ സിഇഒ, എക്സോണിന്റെ സിഇഒ, ബിപിയുടെ സിഇഒ, അതുപോലെ ടോപ്പ് നോച്ച് ഹൈലി പ്രൊഫഷണൽ ടാലന്റഡ് പീപ്പിൾ ആയിരുന്നു അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ്സിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മിലിറ്ററിയിൽ നോക്കുകയാണെങ്കിലും ഡിപ്ലോമാറ്റ്സ് ആയിട്ട് നോക്കുകയാണെങ്കിലും വളരെ സീസൺഡ് ആയിട്ടുള്ള ഹൈലി എഫിഷ്യന്റ് പേരും റെക്കഗ്നീഷനും ഒക്കെ ഉള്ള എക്സ്പേർട്സ് ആയിരുന്നു അതത് ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്തിരുന്നത്. എന്നാൽ ഇത്തവണത്തെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ജോർജേട്ടൻ പറഞ്ഞു പോണക്ക് തന്നെ പലരും കോൺട്രവേഴ്സ്യൽ ഫിഗേഴ്സ് ആണ്. 2-3 പേര് ഓൾറെഡി ഇലക്ട് സെനറ്റും ഇതും പാസ്സാകുക അല്ലാതെ കണ്ടപ്പോൾ അവർ പിന്തിരിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷനും കണ്ടു. ഇപ്പോഴത്തെ ഒരു വൺ ഓൺലി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ട്രംപിനോട് അനുകൂലിക്കുന്ന, ട്രംപ് തെറ്റ് ചെയ്താലും എന്ത് പറഞ്ഞാലും അത് അതേപടി അംഗീകരിക്കുന്ന ടൈപ്പുള്ള ഒരു കോട്ടറിയാണ് അദ്ദേഹം ക്യാബിനറ്റിൽ ആഗ്രഹിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ വേറൊരു വേർഷൻ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ എക്സ്ട്രീം മാഗ അജണ്ടയിൽ വിശ്വസിക്കുന്ന, അതിനെ ഇംപ്ലിമെന്റ് ആക്കാൻ പറ്റുന്ന, അദ്ദേഹത്തിന് ക്രിട്ടിസൈസ് ആരും ചെയ്യരുത്, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ 2024 അദ്ദേഹത്തിന്റെ അജണ്ട, അതായത് ഈ ഒരു പോളിസി, ഈ ഒരു ഇലക്ഷൻ ക്യാമ്പയിനും മറ്റു കാര്യങ്ങളും ഒക്കെ അദ്ദേഹം വിചാരിക്കുന്ന പോലെയൊക്കെ ചെയ്യാൻ പറ്റൂ എന്നുള്ള അടിയുറച്ച വിശ്വാസത്തിലുള്ള ഒരു കാൻഡിഡേറ്റ്സിനെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പം എന്തിനും, ഏത് ലീഡർഷിപ്പിനും ഏത് സ്റ്റൈലിനും അതിൻ്റെതായ പ്ലസും മൈനസും ഉണ്ട്. പ്ലസ് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. പ്ലസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അജണ്ട അദ്ദേഹം പറഞ്ഞ പോണക്ക് തന്നെ നടപ്പാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒന്ന്. രണ്ടാമത്തേത്, അദ്ദേഹത്തിന് ഇനി ഒരു ചാൻസ് ചിലപ്പോൾ കിട്ടിയതില്ല. കാരണം പലരും പറയുന്നുണ്ട് ട്രംപ് ഇനിയും മത്സരിച്ചേക്കാം, ഭരണഘടന തിരുത്തിയേക്കാം എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അമേരിക്കൻ ഡെമോക്രസിയിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ, അത് ട്രംപ് ആണെങ്കിലും ബൈഡൻ ആണെങ്കിലും ആരാണെങ്കിലും പ്രസിഡന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ അദ്ദേഹം ഇനി ഒരു ചാൻസ് ഇല്ല, അപ്പൊ അതുകൊണ്ട് ദിസ് ഇസ് മൈ ലാസ്റ്റ് ടൈം ആൻഡ് ദ ബെസ്റ്റ് ടൈം എന്നുള്ള രീതിയിലുള്ള അജണ്ടയിലേക്ക് പോയേക്കാം. രണ്ടാമത് പറഞ്ഞ പോയിന്റ്. മൂന്നാമത്തേത്, റിട്രിബ്യൂഷൻ വേണ്ട, നമ്മൾ എല്ലാവരും ഒരുമിച്ച് പോകും എന്ന് പറഞ്ഞാലും ഇന്നത്തെ ടൈയുടെ കളർ ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ റെഡ് അല്ല, അതിന് പകരം മറ്റു ടൈ കളറാണ് ഇട്ടത് എങ്കിൽ പോലും, പർപ്പിളാണ് ഇട്ടത് എങ്കിൽ പോലും അതൊരു പബ്ലിക് ഷോ ആയിരുന്നു. എന്നാൽ വെൻ ഇറ്റ് ഈസ് കമ്മിങ് ടു ദ പോളിസി മാറ്റേഴ്സ് അദ്ദേഹം സ്ട്രിക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഐഡിയ തന്നെ നടപ്പാക്കും എന്നുള്ളൊരു മെസ്സേജാണ് അതിനുശേഷമുള്ള മറ്റ് മീറ്റിങ്ങുകളും മറ്റ് സ്പീച്ചുകളും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന ഒരു മെസ്സേജ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഒരു വേർഡ് ഇതിനെപ്പറ്റി ഇവിടെ പറഞ്ഞു, ജോർജ് മുമ്പേ പറഞ്ഞായിരുന്നു എന്തൊക്കെയാണ് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് അദ്ദേഹം സൈൻ ചെയ്തത് എന്നുള്ള 9 എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ചെയ്തതായിട്ടാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോഴത്തെ ഒരു അക്കോർഡിംഗ് ടു അസോസിയേറ്റഡ് പ്രസ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 78ഓളം ബൈഡൻ പോളിസികൾ റിവോട്ട് ചെയ്യുകയാണ്. അപ്പൊ അതെന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് നമുക്ക് അതിനൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം സാധാരണ ഇതിൽ ഇന്ത്യയിലെ അല്ലെ കേരളത്തിലെ പൊളിറ്റിക്സ് ആയിരുന്നു അത്. ഇടത് വലത് കക്ഷികളും അതത് സമയത്ത് ഭരണമാറ്റം വരുമ്പം അതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും മാറ്റി എഴുതുന്ന, ഈവൻ ഒരു കലിക്കിന്റെ പേര് പോലും മാറ്റി പുതിയ കലിക്കിന്റെ പേര് ആക്കുന്ന പോലെയുള്ള ചില സ്ട്രാറ്റജികളുണ്ട്. പലപ്പോഴും റെയിൽവേ സ്റ്റേഷന്റെ പേര്, വിമാനത്താവളത്തിന്റെ പേര്, റോഡിന്റെ പേരും ഒക്കെ മാറ്റി എഴുതുന്ന ഒരു പ്രവണത ഇന്ത്യയിലും കേരളത്തിലും കണ്ടിരുന്നു. അതിന്റെ ഒരു ഇലയിൽ നിന്ന് ഒരു പേജിൽ നിന്ന് എടുത്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അതിനകത്ത്. ഒന്ന്. രണ്ടാമത്തേത്, ഏത് എക്സ്ട്രീം പോളിസി, അത് ബൈഡൻ സൈൻ ചെയ്തതാണെങ്കിലും പ്രസിഡന്റ് ട്രംപ് സൈൻ ചെയ്തതാണെങ്കിലും അതിനൊക്കെ ഈ 4 വർഷമേ വാലിഡിറ്റി കാണത്തുള്ളൂ. കാരണം എനി എക്സ്ട്രീം ആക്ഷൻസ് അത് ആര് ചെയ്താലും, ഡെമോക്രാറ്റ് ചെയ്താലും റിപ്പബ്ലിക്കൻ ചെയ്തു കഴിഞ്ഞാലും അത് ലോജിക്കലി ഫിറ്റ് ആവത്തില്ല ലോങ് ടൈമിലേക്ക്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഒബ്സർവേഷൻ ഇതാണ്, ഒരു ബൈപാർട്ടിസൺ ഒരു കോൺഫിഡൻസ്, ഒരു ബൈപാർട്ടിസൺ എഗ്രിമെന്റ് ഉള്ള പോളിസികളാണെങ്കിൽ അതിന് സസ്റ്റൈനബിലിറ്റി ഉണ്ട്, ലോഞ്ചിവിറ്റി ഉണ്ട്. ഇല്ലാത്തതൊക്കെ അത് 4 വർഷം കൊണ്ട് തീരും. ഇതിപ്പം 16 അദ്ദേഹം സൈൻ ചെയ്തത് പലതും റിവോക്ക് ചെയ്തു ബൈഡൻ, 20 ബൈഡൻ സൈൻ ചെയ്ത പലതും ഇന്നിപ്പം അദ്ദേഹം തിരിച്ച് റിവോക്ക് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ലോഞ്ചിവിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമുക്ക് ആഹ്ലാദിക്കാം, എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് നമുക്കറിയില്ല, 78 എന്താണെന്നുള്ള എനിക്ക്. രണ്ടാമത്തേത്, ഈ ഇലക്ഷനിൽ നിന്ന് ജയിക്കാനുള്ള 2 മേജർ റീസണിനകത്ത് പല റീസൺസ് ഉണ്ടായിരുന്നു. അതിനകത്ത് വൺ ഓഫ് ദ മേജർ റീസൺ ഈസ് നമ്മുടെ സദേൺ ബോർഡർ ആണ്. സദേൺ ബോർഡർ തുറന്നിട്ടു, ബൈഡൻ അത് ഫെയിലായി എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. അതാണ് റിസൾട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം അദ്ദേഹത്തിന്റെ വൺ ഓഫ് ദി അനദർ എക്സിക്യൂട്ടീവ് ഓർഡർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സദേൺ ബോർഡറിലുള്ള എമർജൻസി ഡിക്ലറേഷൻ ആയിരുന്നു. അത് മാത്രമല്ല മറ്റ് പല എമർജൻസി ഡിക്ലറേഷനും ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാം. എമർജൻസി ഡിക്ലറേഷൻ വരുമ്പം ഗവൺമെന്റിന് ഒരു റൈറ്റ്സ് അല്ലെങ്കിൽ ഒരു കൂടുതൽ കൺട്രോൾ കിട്ടുന്നുണ്ട് അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട്, റിസോഴ്സുകൾ കൈകാര്യം ചെയ്യാനായിട്ട്. മേ ബി 2016 അവിടെ മെക്സിക്കൻ വോട്ടറിൽ ഭിത്തി കെട്ടും എന്ന് പറഞ്ഞിട്ട് അത് പൂർത്തിയാകാത്ത പോയതിന്റെ ഒരു റീസണ് വരുമ്പോൾ മേ ബി ബജറ്റിന്റെ ഡെഫിഷ്യൻസി ആയിരിക്കും, അല്ലെങ്കിൽ മറ്റ് റിസോഴ്സിന്റെ ഡെഫിഷ്യൻസി ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള റിസോഴ്സിന്റെ ഡെഫിഷ്യൻസി വരാതെ അൺലിമിറ്റഡ് റിസോഴ്സ് കൊടുക്കുക അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള റീസൺ ആയിരിക്കാം ഇങ്ങനെയുള്ള എമർജൻസി ഡിക്ലറേഷന്റെ പാർട്ടായിട്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പായ ഒരു
ഒരു കരാറാണ് പാരീസ് അക്കോർഡ്. പാരീസ് അക്കോർഡിനകത്ത് ചില ഗവൺമെന്റ് വരുമ്പോൾ അമേരിക്ക അതിന്റെ മുന്നിൽ നിന്ന് ചാമ്പ്യൻ ചെയ്യും, ചില ഗവൺമെന്റ് വരുമ്പോൾ അതിൽ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ അത് അമെൻമെന്റ് വരും. ചില ഗവൺമെന്റ് ഇപ്പോൾ വരുമ്പോൾ ഇപ്പോഴത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അതിനകത്ത് നിന്ന് വളരെ സീരിയസ് ആയിട്ട് വിഡ്രോ ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എനർജി റെവല്യൂഷൻ. അമേരിക്കൻ മണ്ണില് ലിക്വിഡ് ആയിട്ടുള്ള സ്വർണ്ണം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതൊന്നും പുതിയ കണ്ടുപിടുത്തമല്ല, 2016 2024 കണ്ടുപിടുത്തമല്ല. എന്നാലും ഓരോ അഡ്മിനിസ്ട്രേഷനും ഒരു ലോങ് ടേം വിഷൻ ഉണ്ടായിരുന്നു. ആ ലോങ് ടേം വിഷൻ അനുസരിച്ചായിരുന്നു ഫ്രാക്കിംഗ് വേണോ, എന്തുമാത്രം വേണം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. അപ്പൊ പല റെട്ടറിക്കും ചിലപ്പം കറക്റ്റ് ഫാക്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയാൻ പറ്റും. കാരണം അമേരിക്ക ഈസ് ഓൾറെഡി അതിന്റെ ടോപ്പ് ലെയറിലാണ് ഇപ്പോഴത്തെ നമ്മുടെ എനർജി റിസോഴ്സ് യൂസ് ചെയ്യുന്ന കാര്യത്തിൽ. നമ്മൾ ഒട്ടും പുറകിലല്ല. അപ്പോൾ 10 വർഷം മുമ്പ് യെസ് കറക്റ്റ് ആണ്, നമ്മൾ പുറകിലായിരുന്നു. എന്നാൽ ഇപ്പം നമ്മൾ എന്തുമാത്രം ഇമ്പോർട്ട് ചെയ്യുന്നു അതിനേക്കാളും കൂടുതൽ എണ്ണ നമ്മുടെ അല്ലെങ്കിൽ ഈ ഓയിൽ നമ്മുടെ ഇവിടെ തന്നെ പ്രകൃതി വാതകങ്ങൾ ഇവിടെ തന്നെ ഖനനം ചെയ്യുന്നുണ്ട്, അല്ലെ ഫ്രാക്കിംഗ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഓഫ് കോഴ്സ് ഇതിനകത്ത് കാണുന്ന വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഹൂ ഈസ് ഡൊണാൾഡ് ട്രംപ്? അദ്ദേഹം ബേസിക്കലി ഒരു ബിസിനസ്മാൻ ആണ്, ഒരു ബിസിനസ് CEO ആണ്, റൈറ്റ്? അപ്പൊ CEO എന്ന് പറയുമ്പം അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല അവരുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്, അവർക്കൊരു ടേം ഉണ്ട്, ഒരു സെറ്റ് അജണ്ട ഉണ്ട്, ഒരു സെറ്റ് ടൈമിംഗ് ഉണ്ട്. മീൻസ് 3 year 4 year 5 year അല്ലെ 6 year ടേമാണ് സാധാരണഗതിയിൽ ഒരു CEOക്ക് ഉള്ളത്. അപ്പൊ അവർ ഒരു 1 time അല്ലെ 2 time CEOക്ക് വരുമ്പം അവർ പറയുന്ന ആദ്യ സെന്റൻസ് ഇതായിരിക്കും, എനിക്ക് മുമ്പ് ഇവിടെ ഒന്നും നടന്നില്ലായിരുന്നു. അമേരിക്ക വാസ് നോട്ട് ഗ്രേറ്റ് എവർ, അമേരിക്ക വാസ് ഓൾവേസ് ഗ്രേറ്റ്, റൈറ്റ്? അപ്പൊ ഞാനിത് ട്രംപിനെ ക്രിട്ടിസൈസ് ചെയ്യുകയല്ല, ഞാൻ ആ ലീഡർഷിപ്പ് സ്റ്റൈലിനെയാണ് ഞാനിത് പറയുന്നത്. കാരണം അതാണ് ഒരു ബാക്കപ്പ് ടൂർ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇന്ന് മുതൽ ഞാൻ എല്ലാം കറക്റ്റ് ആക്കാൻ പോവുകയാണ്. അപ്പൊ അതിനകത്തും അപ്പൊ 2016 20 വരെ നല്ലതല്ലായിരുന്നോ? 20 തൊട്ട് 24 വരെ ഐ അണ്ടർസ്റ്റാൻഡ്. ബൈഡന്റെ സമയത്ത് എല്ലാം റോങ് ആയിരുന്നു നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ചില കാര്യങ്ങൾ വരുമ്പം ആ CEO സ്റ്റൈലിലുള്ള ഒരു പോളിസി ഒരു ഇൻട്രോ ആണ് വരുന്നത്. അത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഒരു 5 വർഷം 4 വർഷം 6 വർഷം ആ ഒരു CEOയുടെ ടേം ഉണ്ട്. അതിനകത്ത് they will do the best they can. They don't care the rest of the thing. Whether long term അത് തിരിച്ചു വന്ന് ബൈറ്റ് ചെയ്താലും they don't care, because they wanted to claim that my period was the best period ever എന്നുള്ളൊരു സ്ട്രാറ്റജിയിലായിരിക്കും ആ തിങ്കിങ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇത് ഞാൻ ക്രിട്ടിസൈസ് ചെയ്തില്ല, അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട്, ബിസിനസിന്റെ അക്യുമെന്റ് വെച്ചിട്ട്. ഇപ്പൊ പറഞ്ഞപ്പോ പനാമ കനാൽ എടുക്കുന്നു, ഗൾഫ് ഓഫ് മെക്സിക്കോ മാറ്റി അമേരിക്കൻ ഇത് പറയുന്നു. അപ്പൊ അതിലൊക്കെ ഒരു ബിസിനസ്മാൻ പറയുമ്പോൾ, ട്രേഡിംഗ് പറയുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ ത്രാഷ് ചെയ്ത് ലെവലിലേക്ക് കൊണ്ടുപോയി എന്നിട്ടായിരിക്കും നെഗോഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമ്മളൊരു വരടാവേണ്ട കാര്യമില്ല. ഗുഡ് ഫോർ അമേരിക്ക, ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഗുഡ് ഫോർ അമേരിക്ക. നമുക്ക് തിരിച്ചു വരാം. അതില് പിന്നെ അനിൽ പറയുന്നത് ഞാൻ ഈ സത്യപ്രതിജ്ഞയുടെ സന്തോഷമുള്ള ഒരു കാര്യം കൂടെ പറയട്ടെ. സന്തോഷമുള്ള ഒരു കാര്യം കണ്ടത്, JD വാൻസ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ അഭിമാനത്തോടെ അദ്ദേഹത്തെ നോക്കി നിൽക്കുന്ന ഒരു ഇത് കണ്ടു. അത് വളരെ സന്തോഷകരമായി തോന്നി. നമ്മുടെ നിറമുള്ള ഒരാൾ അവിടെ പിന്നെ സെക്കൻഡ് ലേഡി ആയിട്ട് അവിടെ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ പിന്നെ അമേരിക്ക ഭരിക്കാൻ പോകുന്നു പറയുന്നത് വളരെ ആഹ്ലാദമുള്ള ഒരു കാര്യമായി തീർന്നു. പക്ഷേ ഇപ്പം സജിമോഹൻ പറഞ്ഞ പോലെ, ഞാൻ സുനിലിന്റെ കൈമാറുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കുകയാണ്. ഈ പേരുമാറ്റം ഗൾഫ് ഓഫ് മെക്സിക്കോ എന്നുള്ളത് ഗൾഫ് ഓഫ് അമേരിക്ക ആക്കിയാലും, മൗണ്ട് ഡെനാലി എന്നുള്ളത് മൗണ്ട് മക്കിൻലി ആക്കി തിരിച്ചു പോയാലും ഇതുകൊണ്ടൊക്കെ എന്താ പ്രയോജനം ഇരിക്കുന്നത്? ഈ പിന്നെ പേരുകൾ മാറുന്ന പേരുകൾ മാറ്റുക എന്നുള്ളത് തന്നെ ഒരു ശരിയായ ഒരു ശൈലിയല്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഈ ചരിത്രം എന്താണോ ആ ചരിത്രം നിലനിൽക്കണം എങ്കിൽ ആ പഴയ പേരുകളൊക്കെ ആയിരിക്കും പലപ്പോഴും നല്ലത്. എപ്പോഴും ഇപ്പം മൗണ്ട് മക്കിൻലി പഴയ പേരായിരുന്നെങ്കിൽ ഡെനാലിയാണ് അവരുടെ പേര്. അപ്പൊ അവരുടെ പേര് അംഗീകരിക്കുകയാണ് വേണ്ടതെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ സുനിൽ ചോദിക്കുന്നോ എന്തെങ്കിലും ചോദ്യങ്ങൾ? എനിക്ക് 1-2 അഭിപ്രായങ്ങൾ പറയാനുണ്ട് ആദ്യം. അതിനുശേഷം ഞാനത് ജിനേഷിനോടും അനിലിനോടുമാണ് ചോദിക്കുന്നത്. ഉള്ളവരിൽ ഏറ്റവും യങ് നിങ്ങൾ രണ്ടുപേരുമാണ്, അപ്പോൾ അവരോട് ചോദിക്കാം. എൻ്റെ അഭിപ്രായം, ഞാൻ ഒരു 4 വർഷം പുറകോട്ട് നോക്കുമ്പോൾ നമ്മൾ വിറ്റ്നസ് ചെയ്തൊരു കാര്യമാണ് അവിടെ എന്തു നടന്നു. ഒരു ട്രാൻസിഷൻ സമയത്ത് ബൈഡൻ അധികാരത്തിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങളെല്ലാം നമ്മൾ കണ്ടു. അതിൽ നിന്നും എന്തോ ഒരു വ്യത്യാസത്തിലാണ് നമ്മളിപ്പം ഈ പ്രാവശ്യത്തെ ഈ ഒരു അധികാര കൈമാറ്റം കാണുന്നത്. അതിൽ സത്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കുണ്ട്. കാരണം അത് ഞാൻ അന്നത് കണ്ടപ്പോൾ നമ്മുടെ വളരെ പ്രശസ്തമായ സ്ഥലത്ത് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിൽ നിന്നും എന്തൊരു വ്യത്യാസമാണ്. സോ വളരെ ഒരു സൂത്തിങ് ഫീലിംഗ് ആണ്, ഇപ്പോഴും ഒരു കാം ഫീലിംഗ് ഉണ്ട് നമുക്ക് എല്ലാം കൊണ്ടും. തന്നല്ല, ട്രംപിന് ഓവറോൾ ഒരു ചേഞ്ച് വന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം.
അത് ഇപ്പൊ ഇന്നത്തെ ആ സത്യപ്രതിജ്ഞ എല്ലാം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് എന്തൊക്കെയോ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് നല്ലതാണ്, അമേരിക്കയ്ക്ക് നല്ലതാണ്, നമ്മുടെ സമൂഹത്തിന് നല്ലതാണ്, ലോകത്തിന് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ആ ഒരു കാര്യത്തിൽ ചിന്തിക്കുമ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ ഇൻസിഡൻസ് ഉണ്ടായോ അതൊക്കെ ആയിരിക്കും അദ്ദേഹത്തിന്റെ ഒരു മാറ്റം വരുത്താനെ കൊണ്ട് ഇടവന്നതെന്നാണ് എൻ്റെ ഒരു അനുമാനം. എനിക്ക് ചോദ്യം ഒന്നുള്ളത് പിന്നെ ആക്ച്വലി അനിലിനോടാണ്. ട്രംപിനെയും അദ്ദേഹത്തിന്റെ നയങ്ങളെയും പഴയ തലമുറകളെ അപേക്ഷിച്ച് യുവ വോട്ടർമാർ എങ്ങനെയാണ് കാണുന്നത്? അത് താങ്കളുടെ അഭിപ്രായം എന്താണ്? അനിലിനോടാണ് ചോദ്യം. ഓക്കെ സുനിൽ, അപ്പൊ അതിലൊന്ന് ആ പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്യുകയാണ്. നേരത്തെ ജോർജ് ജോസഫ് ജി പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചത് എന്തുകൊണ്ടാണ് കമ്പാരിറ്റീവ്ലി ന്യൂ ഫേസുകളെ ട്രംപ് സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചിരുന്നു. നമുക്ക് അധികം പരിചയമില്ലാത്ത അത് നമ്മളുടെ അസോസിയേഷനുകളോ നമ്മുടെ കമ്പനികളോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വേറെവർ ദ യങ് ബ്ലഡ് കംസ്, അവർ പുതിയ ഐഡിയകൾ കൊണ്ടുവരും, അവരെ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ മുകളിലിരിക്കുന്നവർക്ക് എളുപ്പമാണ്. അപ്പോൾ ട്രംപിന് ഡ്രെയിൻ ദ സ്വാംപ് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അവിടെ ആ ഓർഗനൈസേഷനിൽ കാലകാലങ്ങളായിട്ടിരിക്കുന്ന ഒരാളോട് പറഞ്ഞ് അത് ചെയ്യുന്നതിനേക്കാളും എളുപ്പമായിരിക്കും പുതിയൊരു ബ്ലഡ് കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. അതാണ് ട്രംപ് ന്യൂ ഫേസുകളെ സെലക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം. നൗ കമ്മിങ് ബാക്ക് ടു സുനിലിന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് യുവജനത ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് ടിക്ടോക്കിന്റെ കാര്യം തന്നെ എടുക്കാം. ഈ ഇലക്ഷനിൽ ട്രംപിനും നമ്മുടെ ഹാരിസിനും കൂടി രണ്ടാൾക്കും കൂടി കിട്ടിയ വോട്ട് ഓൾമോസ്റ്റ് 150 മില്യൺ ആണ്. 80 മില്യൺ 70 മില്യൺ 150 മില്യണിനാണ്. അതിൽ കൂടുതൽ യുവജനങ്ങൾ, അതിൽ കൂടുതൽ അമേരിക്കക്കാർ ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു മീഡിയയാണ്. നമ്മളുടെ മെസ്സേജ് അക്രോസ് ദ ടേബിൾ അയക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മാധ്യമമാണ്. ട്രംപിന് അങ്ങനെയുള്ള മാധ്യമങ്ങളിലും ട്വിറ്ററിൽ കൂടെയും എന്ത് പറയണോ അതിപ്പോ നമ്മുടെ ഈ മലയാളിയുടെ ചാനലുകളാണെങ്കിലും പ്രവാസി ചാനലാണെങ്കിലും ഉപയോഗിക്കാതെ, CNN ഫോക്സ് ന്യൂസ് ഉപയോഗിക്കാതെ ട്വിറ്ററിൽ കൂടെയും ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിൽ കൂടെയും നമ്മുടെ ടിക്ടോക്കിൽ കൂടെയും ഒക്കെ കൂടെ യുവജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി. സ്ഥിരമായിട്ട് കാണുന്ന ആ ഫേസ് കണ്ട് ജനങ്ങൾ ഫെമിലിയർ ആയി ട്രംപിനോട് എന്നുള്ളതാണ്. ആക്ച്വലി പീപ്പിൾ സ്റ്റാർട്ടഡ് ലൈക്കിംഗ് ട്രംപ്. അതാണ് റിയൽ റീസൺ ഫോർ വിന്നിങ്. പിന്നെ സുനിൽ, ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആക്ച്വലി ഈ ഒരു അധികാര കൈമാറ്റത്തോടു കൂടി അടുത്ത ഒരു 4 വർഷത്തേക്ക് എന്താണ് ജിനേഷ് തമ്പി താങ്കൾ പ്രതീക്ഷിക്കുന്ന? ഇദ്ദേഹത്തിന്റെ നയപരമായ കാര്യങ്ങളിൽ എന്താണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ശ്രീ സുനിൽ ട്രൈസ്റ്റാർ, അത് വളരെ വളരെ റെലവെന്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സാധാരണ നമ്മൾ കാണാറുള്ളത് ഒരു ഭരണാധികാരി ഭരണത്തിലോട്ട് തിരിച്ചു വരുമ്പോൾ, അത് കേരളത്തിലെ പിണറായി വിജയൻ ആവട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്തെ നരേന്ദ്രമോദി ആവട്ടെ, ഏതൊരു പ്രീമിയറും അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നാച്ചുറലി അവർ കൂടുതൽ എംബോൾഡൻഡ് ആയിരിക്കും, കൂടുതൽ അതോറിറ്റേറിയൻ ആയിരിക്കും, കൂടുതൽ പവർഫുൾ ആയിരിക്കും. അത് അവരുടെ ബോഡി ലാംഗ്വേജിൽ കാണാൻ പറ്റും, അവരുടെ ചോയ്സ് ഓഫ് വേർഡ്സിൽ കാണാൻ പറ്റും, അവരുടെ നയങ്ങളിലും കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇന്ന് അദ്ദേഹം ഡൊണാൾഡ് ട്രംപ് നടത്തിയ ആ ഒരു ഇനോഗ്രൽ അഡ്രസ്സിൽ തന്നെ എനിക്ക് തോന്നുന്നത് 2016 അപേക്ഷിച്ചിട്ട് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിലും മുഖഭാവങ്ങളിലും കൂടുതലായിട്ടുള്ള ഒരു അതോറിറ്റേറിയൻ ഒരു ബിഹേവിയറും വ്യക്തമായിട്ടും പ്രകടമായിരുന്നു. അത് ശ്രീ സജിമോൻ ആന്റണി ഇപ്പൊ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന്റെ ആ ഒരു ടൈ കളറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ബൈ പാർട്ടിസൺഷിപ്പ്. അദ്ദേഹത്തിന്റെ ടൈല് മേ ബി റെഡ് ആൻഡ് ബ്ലൂ കളർ ഉണ്ടായിരുന്നു കാണും, പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു സംസാര രീതി അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെ മുമ്പത്തെ പ്രസിഡന്റ് ബൈഡനും കമല ഹാരിസും അവിടെ ഇരിക്കുമ്പോഴാണ് ബൈഡൻ ഹാരിസ് റെജീമിന്റെ അവരെടുത്ത സകല നയങ്ങളെയും സകല പോളിസീസിനെയും യാതൊരു ദയവുമില്ലാതെ അവരെ ഇരുത്തിക്കൊണ്ട് എന്താ പറയുക തച്ചുടച്ച് സംസാരിച്ചത് ഒരു വേൾഡ് ഓഡിയൻസിന്റെ മുമ്പിൽ. ഒരല്പം പോലും ഒരു മിതത്വോ അല്പം പോലും ഒരു എന്താ പറയുക ഒരു ലിബറൽ സമീപനമോ അദ്ദേഹത്തിന്റെ സ്വരത്തിലോ അദ്ദേഹത്തിന്റെ ഭാവങ്ങളിലോ ഉറപ്പായിട്ടും കാണാൻ സാധിച്ചിട്ടില്ല. ട്രംപിന്റെ ഒരു സിഗ്നേച്ചർ ട്യൂൺ എന്ന് വെച്ചാൽ യു ക്യാൻ സേ വാട്ട് എവർ യു വാണ്ട്, ഐ വിൽ ഹാവ് മൈ ഓൺ വേ എന്നുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അദ്ദേഹത്തിന്റെ എക്കാലത്തെയും. ഞാൻ ഓർക്കുന്നുണ്ട് 2016 പ്രവാസി ചാനൽ സംഘടിപ്പിച്ച
ഒരു ചർച്ചയിൽ ഞാൻ ആങ്കർ ചെയ്യുമ്പോൾ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ അഭിസംബോധന ചെയ്തിട്ട് ഈ ടോപ്പിക്കിനെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ട്രംപ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് എ കോമിക് ഫിഗർ വെൻ ഹി എന്റേർഡ് ദ റേസ് ഓഫ് പ്രസിഡന്റ്ഷിപ്പ് നോബഡി ഗേവ് ഹിം എ ചാൻസ് അറ്റ് ഓൾ. അദ്ദേഹം ഒരു എന്താ പറയുന്നത് ഒരു റിയലിസ്റ്റിക് ടൈക്കൂൺ ആയിരുന്നു. അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ്. ആന്റി ഗവൺമെന്റ് ഒരു പോസ്റ്റർ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ള നേതാവാണ്. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റൽ ട്രഡീഷൻസിനെതിരെ വാദോരാതെ സംസാരിക്കുന്ന നേതാവാണ്. പക്ഷേ he had absolutely no political backing, he had absolutely no governance experience. ബിസിനസ്സിൽ മാത്രം കേന്ദ്രീകരിച്ച് വിജയ കഥകൾ കൊയ്ത ഒരു 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 എന്താ പറയണ ഒരു ക്രെഡൻഷ്യൽസ് അവകാശപ്പെടാവുന്ന ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. പക്ഷെ ലുക്ക് വേർ ഹി ഹാസ് റീച്ച്ഡ് ആഫ്റ്റർ 10 years. അമേരിക്കയിലെ പൊളിറ്റിക്കൽ ചരിത്രത്തിൽ അവഗണിക്കാൻ ആകാത്തൊരു സ്ഥാനം ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹത്തെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായാലും ഇഷ്ടമുണ്ടായില്ലെങ്കിലും അമേരിക്കയിലെ പൊളിറ്റിക്കൽ സ്പേസിൽ അദ്ദേഹം ഒരു സ്ഥാനം നേടിയെടുത്തു കഴിഞ്ഞു. ലൈക്ക് ഹിം ഓർ ഡിസ്ലൈക്ക് ഹിം ഡസന്റ് മാറ്റർ. ഇനി അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പോളിസീസ് അത് ഒരു പരിധിവരെ ക്വസ്റ്റ്യനബിൾ ആണ്. കാരണം നമുക്കറിയാം എബ്രഹാം ലിങ്കന്റെ പേര് നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരുമ്പോൾ, നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ പാഠ്യപുസ്തകങ്ങളിലൊക്കെ ഉള്ള പേരാണ് ലിങ്കന്റെ പേര് വരുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അദ്ദേഹത്തിന്റെ ആന്റി സ്ലേവറി പോളിസീസ് ആണ്. ഇപ്പോഴും അമേരിക്കയിലെ 3 മികച്ച പ്രസിഡന്റുമാർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നമ്പർ 1 സ്ഥാനത്ത് വരുന്നത് എബ്രഹാം ലിങ്കന്റെ പേരാണ്. ജോർജ് വാഷിംഗ്ടന്റെയും അതുപോലെ തന്നെ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിന്റെ ഒപ്പം. ഇനി റൊണാൾഡ് റേഗന്റെ പേര് മനസ്സിലോട്ട് കടന്നു വരുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലോട്ട് എത്തുന്ന അദ്ദേഹത്തിന്റെ ടാക്സ് റിഫോംസും അദ്ദേഹത്തിന്റെ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റിയും അദ്ദേഹത്തിന്റെ ഹ്യൂമർ സെൻസും അതുപോലെ തന്നെ അദ്ദേഹം എപ്പോഴും ദ എമൗണ്ട് ഓഫ് പോപ്പുലാരിറ്റി ഹി കമാൻഡഡ് ആയിരുന്നു. ബിൽ ക്ലിന്റൺ അതുപോലെ തന്നെ കരിസ്മാറ്റിക് നേതാവായിരുന്നു. വാട്ട് എവർ ഹിസ് ഒപ്പോണൻസ് ആർ ഗോയിങ് ടു സേ. ഇല്ലെങ്കിൽ ജിമ്മി കാർട്ടർ, ഇപ്പൊ ജോ ബൈഡനെ പലപ്പോഴും താരതമ്യം ചെയ്യുന്നത് ജിമ്മി കാർട്ടർ ആയിട്ടാണ്. ജിമ്മി കാർട്ടറും അദ്ദേഹത്തിന്റെ ആ ഒരു വളരെ ഒരു ഹംബിൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പ്രസിഡൻഷിപ്പിലോട്ട് നടന്നു കയറി അദ്ദേഹത്തിന്റെ എറയനെ ലോകം നോക്കി കാണുന്നത് മേ ബി ക്യാമ്പ് ഡേവിഡ് അക്കോർഡൊക്കെ ആയിരിക്കും. പക്ഷെ വാട്ട് ഈസ് ദ ന്യൂ ജനറേഷൻ ഗോയിങ് ടു തിങ്ക് അബൌട്ട് ഡൊണാൾഡ് ട്രംപ്? അദ്ദേഹം ജോബ് ഗ്രോത്ത് ഡെഫിനറ്റ്ലി ഉണ്ടാക്കി, എക്കോണമിയെ ബൂസ്റ്റ് ചെയ്തു, ഇതെല്ലാം സത്യമാണ്. പക്ഷെ ഒരു നഗ്ന സത്യം നിലനിൽക്കുന്നുണ്ട്. അതായത് ഹി വാസ് എ ഡിവിസീവ് ഫോഴ്സ്. ഇപ്പൊ തന്നെ നിങ്ങൾ എടുക്കുന്ന എല്ലാ ചർച്ചകളും നോക്കിക്കോളൂ. ട്രംപിന്റെ ഇപ്പൊ നമ്മുടെ അടുത്തിടെ വന്ന അമേരിക്കൻ പ്രസിഡന്റുമാരിൽ എല്ലാവരിലും അവർ ഇനോഗ്രേഷന്റെ സമയത്ത് അവരുടെ എക്സ്പെക്ടേഷൻസ്, അതായത് വാട്ട് ദ പബ്ലിക് എക്സ്പെക്ടഡ് ഫ്രം ദം, ആ ഒരു പോപ്പുലാരിറ്റി പെർസെന്റേജിൽ അടുത്തിടെ മുന്നോട്ട് നിൽക്കുന്നത് പ്രസിഡന്റ് ഒബാമയാണ്. ഏതാണ്ട് 70% ആളുകൾ ഒബാമ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുള്ള ഒരു ഓപ്റ്റിമിസം പ്രകടിപ്പിച്ചു. ഇവിടെ ഇപ്പോ ഡൊണാൾഡ് ട്രംപിന്റെ സപ്പോർട്ടേഴ്സിന്റെ അടുത്ത് ചോദിച്ചു നോക്കിക്കോളൂ, ദി ഓപ്റ്റിമിസം ഉണ്ട്. പക്ഷെ ഓപ്റ്റിമിസം ഏത് ഏരിയയിലാണ്? ഓപ്റ്റിമിസം മേ ബി റെഡ്യൂസ് പ്രൈസസ്, മേ ബി ബൂസ്റ്റ് എക്കോണമി, മേ ബി ബൂസ്റ്റ് GDP, മേ ബി കൺട്രോൾ ഇമിഗ്രേഷൻ. പക്ഷേ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള കഴിവ് ഓപ്റ്റിമിസം ഉണ്ടോ? ഉറപ്പായിട്ടും ഇല്ല. ഇല്ലെങ്കിൽ ലോക സ്റ്റേജിൽ ഒരു ലോക നേതാവായിട്ട്, അതായത് അമേരിക്ക ഫസ്റ്റ് എന്നുള്ള പോളിസി നല്ല തന്നെയാണ്, പക്ഷെ വേൾഡ് ഫസ്റ്റ്, വേൾഡിൽ അദ്ദേഹത്തിന്റെ സമയത്ത് മുമ്പ് വാർ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അത് പലപ്പോഴും പേടിയുള്ള, അതായത് താടിയുള്ള അപ്പനെ പേടിയുണ്ടെന്നുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം. എന്തായാലും ഐ തിങ്ക് ദ ഹിസ്റ്ററി വിൽ ജഡ്ജ് ഡൊണാൾഡ് ട്രംപ് ഫേവറബിളി ആസ് എൻ അമേരിക്ക ഫസ്റ്റ്, ഫോർ അമേരിക്ക, ബൈ അമേരിക്ക പ്രസിഡന്റ്. ബട്ട് ലോകത്ത് സമാധാനമൊക്കെ പുലർത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനു വേണ്ടിയിട്ട് ഡെഫിനറ്റ് ആയിട്ട് എന്ത് പോളിസിയാണ് അദ്ദേഹം എടുത്തതെന്ന് ചോദിച്ചാൽ ഐ തിങ്ക് ഹിസ് സപ്പോർട്ടേഴ്സ് വിൽ സ്ട്രഗിൾ. അതായത് പാരീസ് അക്കോർഡിൽ നിന്ന് പിന്മാറി, നാഫ്റ്റയിൽ നിന്ന് പിന്മാറി. മീൻസ് വാട്ട് ഡിഡ് ഹി ഡു ടു അഷർ ഇൻ ദി എന്താ പറയുക ദ പീസ്ഫുൾ എക്സിസ്റ്റൻസ് ഓഫ് വേൾഡ്. മീൻ യുദ്ധങ്ങൾ ഉണ്ടായില്ല സത്യം, പക്ഷെ അതൊരു അദ്ദേഹത്തിന്റെ ഒരു പോളിസീസിന്റെ ആഫ്റ്റർ എഫക്ട് എന്നല്ലാതെ ഐ ഡോണ്ട് തിങ്ക് ഹി ഡിഡ് എനിത്തിങ് മച്ച് ടു. ശ്രീ ദിനേശ് പറയുന്നുണ്ട് ട്രംപിനെ പറ്റി പറഞ്ഞപ്പോ, ട്രംപ് പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറി അല്ലെങ്കിൽ നാഫ്റ്റയിൽ നിന്ന് പിന്മാറി എന്ന്. പാരീസ് ഉടമ്പടി എന്താണ് എന്ന് ജിനേഷിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പാരീസ് ഉടമ്പടി എന്ന് പറഞ്ഞാൽ ജിനേഷ് 2015 ഐക്യരാഷ്ട്രസഭയുടെ ഒരു സമ്മേളനത്തിൽ ഉണ്ടായ ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ്. അതിൽ 2019 നവംബർ 4 നമ്മളുടെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് അമേരിക്ക അതിൽ നിന്ന് പിന്മാറുമെന്ന്. 2020 നവംബർ 4 തന്നെ അമേരിക്ക അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. കാരണം എന്താണ്? നമ്മളുടെ അമേരിക്കയിലെ വ്യവസായങ്ങളെ, അമേരിക്കയിലെ ഖനനം അല്ലെങ്കിൽ എണ്ണവാതകം ആ രീതിയിലുള്ള തൊഴിലാളികളെയും അവിടുത്തെ വ്യവസായങ്ങളെയും ഇത് ബാധിക്കുന്നു എന്ന് കണ്ടു.
രണ്ട് ഡിഗ്രി സെൽഷ്യസ് താപം കുറയ്ക്കുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ഈ പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ വ്യവസായവൽക്കരണത്തിന്റെ കാലത്തിലേക്ക് 19-ാം നൂറ്റാണ്ടിൽ എന്തായിരുന്നോ ചൂട് ആ ഇതിലേക്ക് 2 ഡിഗ്രി കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത്. അത് അമേരിക്കയ്ക്ക് ദോഷമാണ് എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് ട്രംപ് അതിൽ നിന്ന് മാറിയത്. ഇപ്പൊ അതൊരു ചാളക്കച്ചവടം മാതിരിയായിരിക്കുന്നു. ട്രംപ് അതിൽ നിന്ന് മാറി 2021 ബൈഡൻ വന്ന് ബൈഡനോടെ തന്നെ വീണ്ടും അതിലേക്ക് പാരീസ് ഉടമ്പടിയിൽ കയറി. ട്രംപ് ഇപ്പൊ 2025 വരുന്നു, ട്രംപ് വീണ്ടും അതിൽ നിന്ന് വിഡ്രോ ചെയ്യും എന്നങ്ങനെയാണ് ഞാൻ നമ്മളുടെ സജിമോൻ ആന്റണി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിൽ കരാറുകൾ ഉണ്ടാക്കും. 2 രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകൾ ഏറ്റവും വൃത്തികെട്ട കരാർ എന്ന് പറയുന്ന ഒരു കരാറാണ് നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, അതായത് നാഫ്റ്റ. നാഫ്റ്റ എന്താണ്? 3 രാജ്യങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്, അമേരിക്ക, കാനഡ, മെക്സിക്കോ. അതുകൊണ്ട് എന്തായി? ഈ രാജ്യങ്ങളിൽ കൂടെ ഗുഡ്സ് ആവുകയും ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അങ്ങോട്ട് ഒഴുകാനും അവിടെ ഉണ്ടാക്കുന്ന ഇങ്ങോട്ട് ഒഴുകാനും വളരെയധികം സഹായിച്ചു. എൻഡ് റിസൾട്ട് എന്തായിരുന്നു? അമേരിക്കയിലെ മാനുഫാക്ചറിങ് ജോലികളെല്ലാം കാനഡയിലേക്ക് പോയി, ഇവിടുത്തെ വ്യവസായങ്ങൾ പൂട്ടി. അപ്പോൾ ഇതൊന്നും വൺ സൈഡഡ് ആവരുത് എന്ന് കണ്ടുകൊണ്ടാണ് എഗെയിൻ ഞാൻ സജിമോനെ കോട്ട് ചെയ്യാണ്. ട്രംപ് ഒരു ബിസിനസ് മാൻ ആണ്. അദ്ദേഹം പറഞ്ഞത് നോ അങ്ങനെയല്ല, ഒരു പാലം ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവണം, നമുക്ക് വൺ വേ ട്രാഫിക്കുകൾ പറ്റില്ല, നമുക്ക് 2 സൈഡിനും നല്ലതായിട്ടുള്ള ഒരു കോൺട്രാക്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ് USMCA എന്ന ഒരു കോൺട്രാക്റ്റുമായിട്ട് ട്രംപ് വന്നതും നാഫ്റ്റയെ റീപ്ലേസ് ചെയ്തതും. സോ ട്രംപ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൺട്രിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോ ഒരിടയ്ക്ക് നല്ല ഇപ്പോഴാണെങ്കിലും ഏതെങ്കിലും ഒരു വീടിന്റെ മുമ്പിൽ ഒരു അമേരിക്കൻ ഫ്ലാഗ് കണ്ടാൽ എല്ലാവരും എന്താണ് ആദ്യമായിട്ട് പറയുക? ഒറ്റയടിക്ക് ആൾക്കാർ പറയും അതൊരു റിപ്പബ്ലിക്കന്റെ വീടാണെന്ന് പറയും. ആ ഒരു ദേശീയ ബോധം ആൾക്കാരിൽ ഉണ്ടാക്കിയത് ട്രംപ് എന്നുള്ള ഒരൊറ്റയാളാണ്. എന്റെ രാജ്യത്ത് എന്റെ രാജ്യത്തിന്റെ പതാക, അങ്ങനെയുള്ള ഒരു ദേശീയത ഉണ്ടാക്കി ഈ ഞാൻ അമേരിക്കക്കാരനാണ് എന്ന് നെഞ്ചിൽ തട്ടി പറയാനുള്ള ഒരു സ്നേഹം രാജ്യത്തോട് ഉണ്ടാക്കിയത് ട്രംപാണ്. അത് നമുക്ക് ഒരു കാരണം വെച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതൊരു കാര്യപ്പെട്ട കാര്യമാണോ? പിന്നെ നമ്മുടെ രാജ്യത്തോട് സ്നേഹമുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണോ? നമ്മളൊരു പതാക നമ്മുടെ രാജ്യത്തോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ പറയണം. നമ്മുടെ രാജ്യത്തിന്റെ നാഷണൽ ആന്തം പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ മുട്ടുകുത്തി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തോട് സ്നേഹം ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ അതിന് വ്യക്തമാക്കേണ്ടത്. അർത്ഥമുണ്ടോ? ഇത് BJPക്കാർ RSSകാരൊക്കെ അവിടെ ഇന്ത്യയിലും പറയുന്ന കാര്യമാണിത്. എന്താ പിന്നെ ഈ രാജ്യസ്നേഹം എന്ന് പറഞ്ഞ് രാജ്യസ്നേഹം എന്ന് പറഞ്ഞ് നമ്മൾക്കൊക്കെ രാജ്യസ്നേഹം ഉണ്ട്, അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നത്. രാജ്യത്തോട് സ്നേഹമുള്ളതുകൊണ്ട് മാത്രമാണ് ഈ രാജ്യത്ത് ജീവിക്കണമെന്നില്ല. നമ്മുടെ ഇവിടെ ചോറ് ഇവിടെയും കൂറ അവിടെയുമായിട്ടുള്ള ഒത്തിരി ജനങ്ങളെ എല്ലാ രാജ്യത്തും ഉണ്ടാവും, എല്ലാ പാർട്ടികളിലും ഉണ്ടാവും. സോ ഈ രാജ്യം ഇപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഇന്ത്യൻ ദേശീയഗാനം പാടുമ്പോൾ നമ്മൾ ഇട്ട് നിൽക്കുന്നു? അത് ദേശീയഗാനത്തോടുള്ള ഒരു ആദരവാണ്, നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹമാണ്. അതേപോലെ തന്നെ അമേരിക്കയിലും ഒരു ദേശീയഗാനം പാടുകയാണെങ്കിൽ എണിറ്റ് നിൽക്കണം. അത് ട്രംപ് പറയുന്നതിൽ ഒരു തെറ്റും എനിക്ക് കാണാൻ പറ്റുന്നില്ല. This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में. Lawson Travels, where experience meets excellence. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Download the Meteor app USA for free now. Michael Therian, 1-888-644-7222. United Healthcare. Call Philippos Samuel. ഇവിടെ ഉള്ളവരെ എല്ലാവരും പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അമേരിക്ക നമ്മൾ ഇന്ത്യക്ക് അനുകൂലമായിട്ടായിരിക്കുമോ പ്രതികൂലമായിട്ടായിരിക്കുമോ? അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വ്യക്തികളായിട്ടൊരു രാജ്യം മാത്രമാണ്. ട്രംപ് ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല, ഹീസ് എ ഗുഡ് പൊളിറ്റീഷ്യൻ. അതത് കാലങ്ങളിൽ അത് അമൻഡ് ചെയ്യുന്നത് എപ്പോഴും സ്മാർട്ട് മൂവ്മെന്റ് ആണ്. ഈ 2 കാതലായ വിഷയങ്ങളാണ് ട്രംപിന്റെ വലിയ രീതിയിലുള്ള വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ. അനില് ഈ കൺസൾട്ടിങ് ബിസിനസ് H1 ബിസിനസ്സിൽ ഇൻവോൾവഡ് ആണ്. ഈ അദ്ദേഹത്തിന്റെ ഇമിഗ്രേഷൻ പോളിസികൾ ഇനിയും വരാൻ പോകുന്നത്
നമ്മൾ ഇന്ത്യക്ക് അനുകൂലമായിട്ടായിരിക്കുമോ പ്രതികൂലമായിട്ടായിരിക്കുമോ? അതേപോലെ നമ്മളൊന്നും ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യം, നമ്പർ 1 തിങ് അദ്ദേഹം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇമിഗ്രേഷൻ, ഇല്ലീഗൽ ഇമിഗ്രേഷൻ സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൽ അദ്ദേഹം വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും, സജിമോനാണേലും അനിലാലും വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹം വിജയിക്കുമോ? ട്രംപിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും ഈ രാജ്യത്തെ ഇല്ലീഗൽ ഇമിഗ്രേഷൻ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യം ട്രബിളിലാവും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളുടെ തുടങ്ങിയപ്പോൾ തന്നെ ജോർജ് ജോസഫ് ജി പറഞ്ഞു, ഇവിടെ ആര് പുല്ലുവെട്ടാൻ വരും, ഇവിടെ ആര് കോഴി ഫാമിൽ പോയിട്ട് കോഴികൾ നന്നാക്കാനുണ്ടാവും. $5 ഇവിടുത്തെ അമേരിക്കയിലെ ഫെഡറൽ മിനിമം വേജ് $7.25 ആ $7.25 ആര് വർക്ക് ചെയ്യാൻ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ അമേരിക്കൻ പോലും അത് വർക്ക് ചെയ്യില്ല. ഇവിടെ വന്നിരിക്കുന്ന അതിർത്തിയിൽ കൂടെ ഇല്ലീഗലായിട്ട് ക്രോസ് ചെയ്ത് വന്നിരിക്കുന്ന ആരെങ്കിലും അണ്ടർ ദ ടേബിൾ വർക്ക് ചെയ്യുന്നവർ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. സോ എൻഡ് റിസൾട്ട് ഇവിടെ ഉള്ളവരെ എല്ലാവരും പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അമേരിക്ക വിൽ ബി ഇൻ ട്രബിൾ. ട്രംപിന് പറഞ്ഞു വിടാം, ഓക്കെ നിങ്ങൾ പോകും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിർത്തിയിൽ നിന്ന് ഡോക്യുമെന്റ് ശരിയായിട്ട് തിരിച്ചു വരൂ, അത് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഇവിടെയുള്ള 10 ലക്ഷം ആൾക്കാരെയോ അല്ലെങ്കിൽ 1 കോടി ആൾക്കാരെ ഒരു രാത്രി കൊണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അമേരിക്ക വിൽ ബി ഗോയിങ് ഡൗൺ ലൈക്ക് ദിസ്. അതൊരു ഉയർച്ചയുടെ അതിലേക്കായിരിക്കില്ല പോവുക. അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പോളിസികൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? പെട്ടെന്ന് പറഞ്ഞു പോവാം, ഷോർട്ടായിട്ട് ആൻസർ പറയണം. ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള പോളിസികൾ വരും എന്ന് തോന്നുന്നുണ്ടോ? ട്രംപ് കെട്ടിപ്പിടിച്ചു എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ മോഡി വന്ന് ട്രംപിനെ കെട്ടിപ്പിടിച്ചു എന്നുള്ളതുകൊണ്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഒരു പോളിസി ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. ട്രംപിന്റെ ഈ രാജ്യത്തിന് നല്ലത് എന്ന് കണ്ടാൽ ട്രംപ് അത് ചെയ്യും. ഈ രാജ്യത്തിന് നല്ലതല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഫ്രാൻസ് ആയിക്കോട്ടെ, ഏത് രാജ്യമായിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, ഏത് രാജ്യമായിക്കോട്ടെ, ട്രംപ് അതിനെ കട്ട് ചെയ്തിട്ടുണ്ടാകും. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടൊരു രാജ്യം മാത്രമാണ്. നമ്മൾ ഈ ഇരിക്കുന്ന പാനലിൽ ഡിസ്കസ് ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും നമ്മൾ ജനിച്ച മണ്ണാണ്, നമ്മൾ വളർന്ന മണ്ണാണ്, നമുക്ക് ഇന്ത്യ നന്നായി കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അമേരിക്കയിൽ ഇരിക്കുന്ന ട്രംപിന് അതിന്റെ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. അദ്ദേഹത്തിന് ഇവിടെയുള്ള അമേരിക്കൻ കമ്പനികളിലെ കാര്യങ്ങൾ നടക്കണം, അതിന് വേണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ വരണം. ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന പല കുട്ടികൾക്കും IT സെക്ടറിൽ ശോഭിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് IT-യിലെ ആൾക്കാർ വരുന്നത്. IT-യിലല്ലേ ഇന്ത്യയിൽ നിന്ന് അധികം ആൾക്കാർ വരുന്നത്, അല്ലെങ്കിൽ നഴ്സിംഗിലല്ലേ വരുന്നത്. എന്തുകൊണ്ട് വേറെ എത്രയോ ഫീൽഡുകളുണ്ട്, എഞ്ചിനീയറിംഗിന്റെ ഫീൽഡുകളില്ലേ, അല്ലെങ്കിൽ ഇവിടെ മാനുഫാക്ചറിംഗിന്റെ ഫീൽഡുകളില്ലേ, അതിൽ ആളുകൾ വരുന്നില്ലല്ലോ. നമുക്ക് അവിടെ എക്സ്പെർട്ടൈസ് ഉള്ള ഫീൽഡുകൾ ഇവിടെ ആളില്ലാത്തതിൽ മാത്രമേ ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ എടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ട്രംപിൽ നിന്ന് ഒരു രീതിയിലും കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. അമേരിക്കയ്ക്ക് നല്ലതാണ് എന്ന് തോന്നിയാൽ മാത്രമേ ട്രംപ് തരുള്ളൂ. അത് ഇന്ത്യയോടുള്ള ഇതുകൊണ്ടല്ല, അമേരിക്കയോടുള്ള സ്നേഹം കൊണ്ടാണ്. നമുക്ക് 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കിടപ്പുണ്ട്. ഒന്ന്, ഈ ട്രംപ് വന്നാല് നമുക്ക് പെട്ടെന്ന് ഒരു മാറ്റം വേണ്ട 2 കാര്യങ്ങളുണ്ട്, ഗാസായും യുക്രൈനും. അത് രണ്ടിടത്തും ഒരു മാറ്റം ഉണ്ടാകും. അതുപോലെ തന്നെ വേറൊരു ചോദ്യമുള്ളത്, ചൈനയാണ് നമ്മുടെ മുഖ്യ ശത്രു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞാൽ ഗാസായും ഉക്രൈനും എന്ത് സംഭവിക്കും ഉടൻ തന്നെ? ജോർജിട്ടാ, അതിനെപ്പറ്റി കടക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് 4 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ മുമ്പേ പറഞ്ഞ കാര്യം, ഫ്ലാഗിന്റെ കാര്യത്തില് സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാനുള്ളതാണ്, അത് പൊളിച്ചു വെക്കാനുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് അനിൽ പറഞ്ഞോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു, ജോർജേട്ടൻ പറഞ്ഞോട് ഡിസ്അഗ്രി ചെയ്യുന്നു. ഫ്ലാഗ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രദർശിപ്പിക്കണം, അതിനെന്താ കുഴപ്പിക്കുന്നത്? അതാണ് നമ്മൾ വേണ്ടത് ആസ് എ ഗുഡ് സിറ്റിസൺ. അതുപോലെ തന്നെ ടിക്ടോക്കിന്റെ കാര്യം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. ടിക്ടോക്ക്, ട്രംപ് ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല, ഹീസ് എ ഗുഡ് പൊളിറ്റീഷ്യൻ. ഫ്ലിപ്പായി. കാരണം ടിക്ടോക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ ചെയ്തത് ബൈഡൻ എഗെയിൻസ്റ്റ് ഈ ഒരു ഇലക്ഷനിൽ. എന്നാൽ അതിനുശേഷം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യം ചെയ്യുന്നത് എന്താണ്? ടിക്ടോക്കിന്റെ ബാന് എക്സ്റ്റെൻഡ് ചെയ്യുക, 90 days കൂടെ ഇട്ട് പോകാൻ. ലുക്സ് ലൈക്ക് ടിക്ടോക്ക് ബാൻ ആവുന്നില്ല. കാരണം എന്താണ്? 18 തൊട്ട് 35 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരുടെ വോട്ട് ഇത്തവണ ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പുഷ് എവിടെ നിന്ന് കിട്ടി? ഇലോൺ മസ്ക് കൊണ്ടുവന്നെങ്കിൽ ആ ചെറുപ്പക്കാരെ ഏറ്റവും യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? ടിക്ടോക്ക് ആണ്. അപ്പോൾ ട്രംപ് മനസ്സിലാക്കി കഴിഞ്ഞു, അത് ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർ ഫ്ലിപ്പായി പോകും, 26-ൽ വരുന്ന ഇലക്ഷന് പരാജയപ്പെടും എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ ഹീസ് എ ഗുഡ് പൊളിറ്റീഷ്യൻ ടു നൗ. അടുത്തത് അക്കോർഡ്. ഏത് ട്രീറ്റി ഉണ്ടാക്കിയാലും അത് നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേറ്റ് ചെയ്താലും അതിൻ്റെയൊക്കെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്തിനും ഒരു എൻട്രി ഉണ്ട്, എന്തിനും ഒരു എക്സിറ്റും വേണം. റൈറ്റ്? അപ്പൊ ആ ഒരു ട്രീറ്റി വരുമ്പോഴത്തേക്കും അതത് കാലങ്ങളിൽ അത് അമെൻഡ് ചെയ്യുന്നത് എപ്പോഴും സ്മാർട്ട് മൂവ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു അമെൻമെന്റ് ആണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അതൊരു സിവിൽ വേയിലാണ് എങ്കിൽ ഐ വിൽ അപ്ലോഡ് ദാറ്റ്. എന്നാൽ
എല്ലാവരെയും അധിക്ഷേപിച്ചുകൊണ്ട് വേറൊരു ട്രാക്കിലാണ് അത് ചെയ്യുന്നതെങ്കിൽ മേ ബി ഐ ഡോണ്ട് നോ അതിന്റെ ആൻസർ എങ്ങനെ വരുമെന്നുള്ളത്. നാലാമത് പെട്ടെന്ന് മൈഗ്രേഷൻ എന്ന് പറയുന്നു. നമ്മൾ ഇവിടെ ഇരിക്കുന്ന പാനലിസ്റ്റ് എല്ലാവരും മൈഗ്രേറ്റ് ആയ ആൾക്കാരാണ്. ഒന്നെങ്കിൽ H1 അല്ലെ B1 അല്ലെ L1 അല്ലെ ഗ്രീൻ കാർഡ് ഏതെങ്കിലും രൂപത്തിൽ. ഇല്ലീഗലായിട്ട് ആരും വന്നിട്ടില്ല ഇവിടെ. പക്ഷെ മൈഗ്രേറ്റ് ആയി വരും. നമ്മൾ വിചാരിക്കുന്നതാണ് നമ്മൾക്ക് ഈ അമേരിക്കക്കാർക്ക് ഇല്ലാത്ത എല്ലാ ക്വാളിറ്റിയും ഉണ്ട്, അതുകൊണ്ട് നമ്മളെ ഇവരെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്നു എന്ന് വേണം നമുക്ക് ചിന്തിച്ച് പുളകം കൊള്ളാം. എന്നാൽ വേറൊരു ഫാക്ട് ഉണ്ട്, നമ്മളൊക്കെ ഹ്യൂമൻ പ്രൊഡക്ട്സ് ആണ് എന്ന് പറയാൻ പറ്റും. അതായത് ഒരു ഇക്കണോമി സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ 1:1.77 റേഷ്യോയിൽ ഗ്രോത്ത് വേണം, ഹ്യൂമൻ ഗ്രോത്ത് വേണം. ആ ഹ്യൂമൻ ഗ്രോത്ത് ഇല്ലാത്തത് കൊണ്ടാണ് വെസ്റ്റേൺ കൺട്രീസ്, അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റു കൺട്രികൾ ഇത് ഹ്യൂമനെ ഇമ്പോർട്ട് ചെയ്ത്, ഐ മീൻ ഫോർ ദം ഇക്കണോമിക്കലി പറയുവാണെങ്കിൽ ഹ്യൂമൻസ് ആർ പ്രൊഡക്ട്സ് അതിനോ ആ ഒരു അർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇല്ലീഗൽ ഇമിഗ്രേഷൻ ആണെങ്കിലും ലീഗൽ ഇമിഗ്രേഷൻ ആണെങ്കിലും ഇവിടേക്ക് ആൾ വന്നിട്ടില്ല എങ്കിൽ അമേരിക്കൻ ഇക്കണോമി അനിൽ പറഞ്ഞ പോലെ കൊളാപ്സ് ആകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിത്ത് എ ക്യാപ്ഷൻ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, 1 മില്യൺ ആൾക്കാർ നമ്മൾ ഇപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് വിടുകയാണെങ്കിൽ കണക്കുകൾ പറയുന്നത് $10,500 ഒരാൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം ഗവൺമെന്റ്. വിച്ച് മീൻസ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് അഡീഷണൽ 10 ബില്യനും കൂടെ അഡീഷണൽ എക്സ്പെൻഡിച്ചർ വരുന്നു. പ്ലസ് 1 മില്യൺ ആൾക്കാർ ഇവിടെ വാങ്ങേണ്ട തുണികൾ, ഭക്ഷണ സാധനങ്ങൾ, ഡൈപ്പർ, മെഡിസിൻ, ഹോസ്പിറ്റൽ, ഇൻഷുറൻസ് ഇതൊക്കെ വാങ്ങാതാകും. അപ്പം എല്ലാ തരത്തിലുമുള്ള എക്കണോമിയിലേക്കുള്ള ഒരു റിപ്പിൾ ആക്ഷൻ ഇഫക്റ്റ് നെഗറ്റീവായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ജോർജ് ഏട്ടൻ പറഞ്ഞ ലാസ്റ്റ് ചോദ്യം എന്തായിരുന്നു? ലാസ്റ്റ് ഗാസയും ഉക്രൈനും ഇന്നത്തെ സത്യം പറഞ്ഞ വാചകം അത് നമ്മൾ ശ്രദ്ധിച്ചപ്പം 2 കാര്യം പ്രത്യേകിച്ച് നോട്ട് ചെയ്തു. ഗാസയുടെ കാര്യം അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഉക്രൈനെ പറ്റിയോ റഷ്യയെ പറ്റിയോ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. എന്നാൽ കഴിഞ്ഞ തവണ യുക്രൈനും റഷ്യയും ഒക്കെ എപ്പോഴും ഉണ്ടായിരുന്നു. ഡെമോക്രാറ്റ്സുകളുടെ വായിൽ നിന്നും ഉണ്ടായിരുന്നു, റിപ്പബ്ലിക്കിന്റെ വായിലും ഉണ്ടായിരുന്നു. ഒരു റഷ്യ ആയിരുന്നു. ഇത്തവണ പക്ഷേ റഷ്യയെ പറ്റി ടോട്ടലി ബമ്മായിരുന്നു. അത് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്താണ് അതിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്നുള്ളത് എനിക്കറിയില്ല. എന്നാൽ ഗാസയുടെ കാര്യത്തിൽ, ഇസ്രായേലിന്റെ കാര്യത്തിൽ കട്ടയ്ക്കുള്ള സപ്പോർട്ട് ട്രംപ് പറയുകയുണ്ടായി. ട്രംപ് പറഞ്ഞു 20 മുമ്പ് അങ്ങനെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അത് ബൈഡന് കൊടുക്കണോ ആ ക്രെഡിറ്റ്, ട്രംപിന് കൊടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇന്ന് 12 മണി വരെ നടന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ബൈഡന് ക്രെഡിറ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം ഇന്ന് 12 മണിക്ക് ശേഷമാണ് ട്രംപ് ഇൻചാർജ് ആയത്. അപ്പം അത് ഒരു നല്ല രീതിയിലാണ് നല്ല ദിശയിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ വളരെയധികം എന്താ പറഞ്ഞത് സന്ദേഹം തരുന്നു എന്തുകൊണ്ട് റഷ്യ എന്നൊരു വേർഡ് വന്നില്ല, റഷ്യയുടെ കാര്യങ്ങൾ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് കാലത്തെ തൊട്ട് ഇപ്പോൾ ഉള്ള എല്ലാ സ്പീച്ചുകളും നോക്കുകയാണെങ്കിൽ റഷ്യയുടെ കാര്യം ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴത്തെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് എനിക്ക് കാണാൻ സാധിക്കുന്ന ഇതാണ്, 1500-ലധികം ജനുവരി 6 റയോട്ട്സിനെ പാർഡൺ ചെയ്തു എന്നുള്ളൊരു എക്സിക്യൂട്ടീവ് ഓർഡറാണ്. വെദർ ഇറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട് ഐ ഡോണ്ട് നോ. കാരണം ജനുവരി 6 എന്താ നടന്നത് നമ്മൾ കണ്ടതാണ്, റിപ്പബ്ലിക്കൻസ് കണ്ടാണ്, ഡെമോക്രാറ്റ്സ് കണ്ടതാണ്, എല്ലാവരും ഒരുമിച്ച് അതിനെ അപലപിച്ചതാണ്. പിന്നെ എന്തുകൊണ്ട് ആർക്കും ശിക്ഷയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ, അതും നമ്മൾ കണ്ടു. എന്നാൽ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ബൈഡൻ സ്വന്തം ബന്ധുജനങ്ങൾക്കും അതോടൊപ്പം മറ്റ് പലർക്കും പ്രസിഡൻഷ്യൽ പാർഡൻ മുൻകൂട്ടി കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പം പൊളിറ്റിക്സ് വേറൊരു ഡൈനാമിക്സ് ആണ് അമേരിക്കയിൽ ഇന്ന്. ഇങ്ങനെ തന്നെ ആയിരിക്കും അടുത്ത 4 വർഷത്തേക്ക് ആകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചോദ്യമുണ്ട് നമ്മളെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്. ഗ്രോസറി അല്ലെങ്കിൽ നമ്മുടെ എവറിഡേ ലിവിങ് പ്രൈസ് കുറയും എന്ന് തോന്നുന്നുണ്ടോ? നമ്മളിപ്പോ ഗ്രോസറി സ്റ്റോറിൽ പോകുമ്പോൾ അറിയാമല്ലോ, ഓൾമോസ്റ്റ് 50% അപ്പാണ് ഇപ്പോഴും. അത് കുറയുമെന്ന് തോന്നുന്നുണ്ടോ? സുനിൽ, ഉയർന്ന പ്രൈസ് സേട്ടൻ ലെവലിന്റെ താഴെ നമ്മൾ പോകുന്ന പ്രതീക്ഷിക്കണ്ട. സുനിൽ അമേരിക്കയിൽ വന്ന കാലത്ത് ഒരു പക്ഷേ ഒരു ഗാലൻ ഗ്യാസലിന് ചിലപ്പോൾ 99 സെൻസ് ഉണ്ടായിരുന്നു കാണുള്ളൂ. ഇനി ഇപ്പോൾ ആ കാലത്തേക്ക് തിരിച്ച് ട്രംപ് കൊണ്ടുവരുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് മൂഢത്തരമായിരിക്കും. ഓക്കെ, ഇപ്പൊ $3 ആണെങ്കിൽ അതിന് $2 ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി എന്ന് വിചാരിക്കുക. ഇത് ഉയരാതെ നോക്കുക എന്നുള്ളതല്ലാതെ ഡ്രാസ്റ്റിക് ആയിട്ട് പകുതി ഒന്നും കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ട്രംപിന്റെ സമയത്ത് ഗ്യാസ് പ്രൈസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ റിയാലിറ്റി എന്തായിരുന്നു? കോവിഡ് കാരണം ഒരു മനുഷ്യന് വണ്ടി പുറത്തിറക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഗ്യാസ് പ്രൈസ് കുറഞ്ഞത്. അല്ലാണ്ട് ട്രംപ് അത്ര വലിയ ആനം എടുക്കണായതുകൊണ്ട് മാത്രമൊന്നുമല്ല. ഓക്കെ, ട്രംപ് നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ടാവും, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, അവരോട് കട്ടയ്ക്ക് പിടിക്കുന്നുണ്ടാവും, അമേരിക്കയിൽ നിന്നുള്ള റിസർവിൽ നിന്ന് എടുക്കുന്നുണ്ടാവും. അതൊക്കെ ശരി, പക്ഷേ the real reason was there was no demand for the gas. പക്ഷെ ഒരു കാരണവശാലും മറക്കരുത്, ഇപ്പോൾ ബൈഡന്റെ ഫെയിലിയറിന് ഏറ്റവും വലിയ കാരണമായിട്ട് വന്നിരിക്കുന്നത് ഈ ഗ്രോസറി പ്രൈസിന്റെ കൂടുതലാണെന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. പക്ഷെ അത് കുറയത്തില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. നമുക്കിത് ചെയ്യണം. അപ്പൊ അതിനു മുമ്പായിട്ട് എല്ലാവരും അവരുടെ ഒരു ഈ ഇന്നത്തെ പിന്നെ
ഇന്നത്തെ ഈ ചടങ്ങുകളെ കുറിച്ചെല്ലാം ഒരു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, കാരണം ഓൾറെഡി സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പിന്നെ അനിൽ തുടങ്ങിയോ? ഓക്കെ. അനിൽ ഒരിക്കൽ കൂടെ ജോർജ് ജോസഫ് ജിക്കും സുനിലിനും ഞാൻ താങ്ക് യു പറയുകയാണ്. നമുക്ക് വളരെ മനോഹരമായിട്ട് അർത്ഥവത്തായ ഒരു ചർച്ചയായിരുന്നു. ട്രംപ് എന്താണ് ഇപ്പൊ ചെയ്തേക്കുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അസംതൃപ്തരായിട്ടുള്ള ജനവിഭാഗങ്ങളെ പുള്ളിയുടെ പുറകിൽ അണിനിർത്തി, തൊഴിലാളി വർഗത്തിന്റെ നിരാശ പുള്ളി വോട്ടാക്കി മാറ്റി, ഒരു രാഷ്ട്രീയ നഷ്ടത്തിന് ശേഷം പരാജയത്തിൽ നിന്ന് കയറാമെന്ന് പുള്ളി ലോകത്തിന് കാണിച്ചു കൊടുത്തു. കാര്യമായ തിരിച്ചടി ഉണ്ടായാലും ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ കമലാ ഹാരിസിന് പകരം ബൈഡൻ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജയിക്കുമായിരുന്നോ? ആണോ? നിങ്ങൾ മൂന്നുപേരും അത് തന്നെയാണോ പറയുന്നത്? ഒരു ചാൻസും ഇല്ല. എന്നാൽ ഇവർ രണ്ടും മാറിക്കൊണ്ടിട്ട് വേറൊരു പ്രോസസ് കംപ്ലീറ്റ് വേറൊരു കാൻഡിഡേറ്റ്സ് വരുമായിരുന്നുവെങ്കിൽ വീക്ക് കാൻഡിഡേറ്റ് ആയിരുന്നു കമല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ബൈഡൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സബ്ജക്റ്റിനോട് ചേർത്ത് കൊണ്ടിട്ട്, സംഹൗ ഡെമോക്രാറ്റ്സ് ഫെയിൽ ടു കീപ് ദ ടെക്നോക്രാറ്റ്സ് വിത്ത് ദം. അതായത് ഇലോൺ മസ്കും ജെഫ് ബെസോസും ഇവരൊക്കെ മൈക്രോസോഫ്റ്റ് ബിൽ ഗേറ്റ്സും ഒക്കെ ഒരു പരിധി വരെ ഡെമോക്രാറ്റ്സ് ആയിരുന്നു. പക്ഷെ ഇലക്ഷൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ നിന്നും ചിലർ ന്യൂട്രൽ ആയിട്ട് നിന്നു. ഇലോൺ മസ്കിനെ പോലുള്ള ആൾക്കാർ ലാസ്റ്റ് ലാപ്പിൽ ട്രംപ് കൊണ്ടുവരാൻ പറ്റി. അപ്പൊ ആ ഒരു വലിയൊരു പുഷ് ട്രംപ് ഇനി കിട്ടി. എന്നാലും ഡെമോക്രാറ്റ്സ് അത് സംഹൗ ഫെയിൽഡ് ടു അച്ചീവ്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഞാനൊരു ട്രംപ് സപ്പോർട്ടറാണ്. അതേസമയം തന്നെ ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, കുറയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന്. സോ ആദ്യത്തെ ദിവസം തന്നെ ട്രംപ് 100 എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്യുമെന്ന് പറയുമ്പോൾ ഐ ഹൈലി ഡൗട്ട് വാട്ട് ഹീസ് ട്രൈങ് ടു ഡു. പക്ഷേ ട്രംപിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. അടുത്ത 4 വർഷം അമേരിക്കയുടെ സുവർണകാലമാവട്ടെ. സ്വാതി തിരുനാളിന്റെ ഭരണകാലം കേരളത്തിന് സുവർണകാലമായിരുന്നു എന്ന് പറഞ്ഞ പോലെ ട്രംപിന്റെ അടുത്ത 4 വർഷത്തെ ഭരണം അമേരിക്കയ്ക്ക് സുവർണകാലമാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് താങ്ക് യു once again. Once again, thank you ശ്രീ ജോർജ് ജോസഫ്, സുനിലേട്ടൻ, അതുപോലെ പ്രിയ സുഹൃത്തുക്കളെ. വളരെ ക്രിയേറ്റീവും കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ചർച്ച. എനിക്കിവിടെ പറയാനായിട്ടുള്ളത്, ഈ ട്രംപിന്റെ വിജയം ആധികാരികമായിരുന്നു ലാറ്റിനോന്റെ ഇടയിൽ, വനിതകളുടെ ഇടയിൽ, യങ് ഫോക്സിന്റെ ഇടയിൽ. അതായത് കട്ടിങ് അക്രോസ് ഓൾ ദി വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ആണ് ട്രംപ് വിജയിച്ചിട്ടുള്ളത്. അതിനൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷെ ചില ചോദ്യങ്ങൾ അവിടെ സ്റ്റിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് ഇപ്പോ ശ്രീ സുനിൽ ട്രൈസ്റ്റാർ പറഞ്ഞ പോലെ ഗ്രോസറി പ്രൈസസ് താഴെ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നുണ്ടെങ്കിൽ, അതായത് എക്കോണമി നല്ല രീതിയിൽ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇമിഗ്രേഷൻ പോളിസിയിൽ ഒബ്വിയസ്ലി ബൈഡൻ കാണിച്ച ചില മിസ് സ്റ്റെപ്സ് ഇല്ലായിരുന്നു എങ്കിൽ ട്രംപ് ജയിക്കുമായിരുന്നു എന്നുള്ളത്. അതായത് ഇപ്പോൾ ട്രംപിന്റെ വിജയം പല അനലിസ്റ്റുകളും വളരെ, എൻ്റെ നോട്ടത്തിൽ വളരെ കൃത്യമായിട്ട് അതിനെ അനലൈസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്, ദ ഇലക്ടറേറ്റ് വെർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദി എക്കോണമി, ദ ഇലക്ടറേറ്റ് വെർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഇമിഗ്രേഷൻ. അതായത് ഈ 2 കാതലായ വിഷയങ്ങളാണ് ട്രംപിന്റെ വലിയ രീതിയിലുള്ള വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ. ഇനി നമ്മളൊരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പാഠപുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ജോൺ എഫ് കെനഡിയെ പറ്റിയിട്ടോ, എബ്രഹാം ലിങ്കണെ പറ്റിയിട്ടോ, റൂസ്വെൽറ്റിനെ പറ്റിയിട്ടോ, റൊണാൾഡ് റേഗനെ പറ്റിയിട്ടോ നമ്മൾ ആലോചിക്കുമ്പോൾ, അതുപോലെ ഒരു വേൾഡ് സ്റ്റേറ്റ്സ്മാൻ എന്നുള്ള നിലയിലേക്ക് ഉയരാനായിട്ട് ഡൊണാൾഡ് ട്രംപിന് സാധിക്കും എന്നുള്ളത് അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സിന്റെ മുമ്പിൽ വരെ ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് അമേരിക്കയിൽ നിന്ന് ലോകരാഷ്ട്രങ്ങളും ലോക ജനതയും, അതായത് പല രാജ്യങ്ങളിലെ പട്ടിണി മാറ്റാനായിട്ട്, പാവപ്പെട്ട കൊച്ചുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ടൊക്കെ കെൽപ്പുള്ള, ഇല്ലെങ്കിൽ അതിനുള്ള റിസോഴ്സസ് ഉള്ള, അതിനുള്ള ഫൈനാൻസ് ഉള്ള ഒരു രാജ്യമാണ് അമേരിക്ക. നമ്മളിവിടെ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്നത് സത്യമാണ്, കേൾക്കുമ്പോൾ എല്ലാം ശരിയാണ്. പക്ഷെ അമേരിക്കയ്ക്ക് അതിലും വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം അമേരിക്ക ഈസ് എ വേൾഡ് പവർ. അവർക്ക് പട്ടിണി മാറ്റാൻ സാധിക്കും, ഈ അക്ഷരരായിട്ടുള്ള ആളുകൾക്ക് സമാധാനം കൊടുക്കാൻ സാധിക്കും, ഇല്ലെങ്കിൽ വീക്ക് നേഷൻസിന് ഒരു കൈത്താങ് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു പവറുള്ള ഒരു രാജ്യം എന്തിനാണ് എപ്പോഴും അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതായത് നമ്മൾ എന്തിനാണ് ഇത്ര ഇൻക്ലൂസീവ് ആവുന്നത്? ഇപ്പൊ UK ബ്രെക്സിറ്റ് വന്നു, എല്ലാവരും അവനവനിസത്തിലോട്ട് ചുരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ആരാണ് ഈ ലോകത്തിലെ ഈ വീക്ക് സെക്ഷൻസിന് വേണ്ടിയിട്ട് ഒരു സഹായമേകാനായിട്ട് മുന്നോട്ട് വരുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, ട്രംപ് ജയിച്ചു, ദർ ഇസ് നോ ക്വസ്റ്റ്യൻ അബൌട്ട് ഇറ്റ്. പക്ഷെ ഈ പാർട്ടിസൺഷിപ്പ് പൊളിറ്റിക്സിന് ഒരു അന്ത്യം ഉണ്ടായിട്ടില്ലല്ലോ. അതായത് എല്ലാ സെക്ഷനും സമ്മതനായിട്ടുള്ള, ഇല്ലെങ്കിൽ ലോകരാജ്യങ്ങളിൽ എല്ലാവരുടെയും ഒന്നും സപ്പോർട്ട് കിട്ടാൻ സാധിക്കത്തില്ല. എന്നാലും നമ്മുടെ ജവഹർലാൽ നെഹ്റുവിനെയൊക്കെ പറയുന്ന പോലെ, സെയിം ബ്രത്തില് എബ്രഹാം ലിങ്കണെ പറയുന്ന പോലെ, അതുപോലെ ട്രംപിന് വളരാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ
എന്റെ ആൻസറും ഇല്ല എന്നുള്ളതായിരിക്കും. അദ്ദേഹം നല്ലൊരു പ്രസിഡന്റ് ആയിരുന്നിരിക്കും, നമുക്ക് എക്കോണമി കാത്തിരുന്ന് ബൂസ്റ്റ് കാണാമെന്ന് ഞാൻ ഉണ്ടായിരിക്കും. പറഞ്ഞത്. അത് കാത്തിരുന്ന് കാണാമെന്നാണ് ജിനേഷിനോട് ഞാൻ പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ആവുന്നത്. സജിമോനല്ല അമേരിക്ക ലോകരാജ്യങ്ങളെ സഹായിക്കണം എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ എപ്പോഴും പറയില്ലേ, നമ്മളുടെ വീട് നന്നാക്കിയിട്ട് വേണം നമ്മൾ നാട് നന്നാക്കിയിട്ട് പോകാൻ. അമേരിക്കയിലെ റോഡ് സൈഡിൽ ആൾക്കാർ വീടില്ലാണ്ട് കിടക്കുമ്പോൾ, അമേരിക്കയിൽ പട്ടിണിയുണ്ട്, അമേരിക്കയിൽ പോവർട്ടി ലൈൻ ഉണ്ട്, അതിന്റെ താഴെ ജീവിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ അവരെ ശരിയാക്കിയിട്ട് വേണം ലോകം നന്നാക്കാൻ പോകാൻ. അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിന് നന്നാക്കരുതെന്നല്ല അർത്ഥം. അമേരിക്കയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ അമേരിക്കയിൽ ഉണ്ടാക്കണം. അമേരിക്കൻ പൗരന് ഒരു അവകാശം കൊടുക്കാൻ പറ്റുമെങ്കിൽ അവന് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഒരാൾക്ക് കൊടുക്കാൻ, അല്ലാതെ ഒരാൾക്ക് കൊടുക്കരുത് എന്ന അതിൽ അർത്ഥമില്ല. ശ്രീജിത്ത് പറഞ്ഞ പോയിന്റിനോട് ഞാൻ നേരെ വിയോജിക്കുകയാണ്. ശരിയാണ്. അനിലിനോട് ഞാൻ യോജിക്കുകയാണ്. ഈ പറഞ്ഞ ജിനേഷ് പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷെ എന്നാലും അനിൽ പറഞ്ഞതാണ് കുറച്ചുകൂടെ വാസ്തവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സജിമോനെ കൺക്ലൂഡിംഗ് വേർഡ്സ് പറഞ്ഞിട്ട് ജോർജ് ജോസഫ് കൺക്ലൂഡ് ചെയ്യുമായിരിക്കും. താങ്ക് യു. എനിക്ക് പറയാനുള്ളത് ഇതൊരു സൈക്കിളിന്റെ പാർട്ടാണ്. മീൻസ് ഈ പ്രൊട്ടക്ഷനിസം കുറേ വർഷം അല്ലെ കുറേ ഒരു 10-15 വർഷം നടന്നേക്കാം. കൺട്രി മൈ കൺട്രി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളും അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, തെറ്റാണോ എന്ന് ചോദിച്ചാൽ അതൊരു ശരിയോ തെറ്റോ എന്ന് നമുക്ക് ഒരു ഒറ്റവാക്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സബ്ജക്റ്റീവ് ആണത്. കാരണം ഇപ്പം ലോകത്തിന്റെ ഒരു ക്രമം അത് അമേരിക്കയിൽ നോക്കിയാലും UK നോക്കിയാലും അർജന്റീന നോക്കിയാലും ബ്രസീൽ നോക്കിയാലും ഇറ്റലി നോക്കിക്കഴിഞ്ഞാലും അല്ലെ ഈവൻ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാലും ഇതാണ് നമ്മുടെ ഇറ്റ്സ് ഓൾ അബൌട്ട് മൈ കൺട്രി എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. ഒരു പരിധി വരെ ശരിയാണ്. അതാണ് പോളിസികളെ റീഷേപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് ഫോർ എവർ ആയിരിക്കത്തില്ല. അടുത്ത ഒരു 4 വർഷം മേ ബി അല്ല അടുത്തൊരു 8 വർഷം കൊണ്ടൊക്കെ കാണാം. അത് കഴിയുമ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കും മേ ബി ചില റീഅഡ്ജസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾക്ക് മേ ബി ഒരു ചിന്ത എന്നുള്ളത് മൈ കൺട്രി, അതോടൊപ്പം തന്നെ നമ്മൾ മൈ വേൾഡ് എന്ന് പറഞ്ഞ് പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞ വസുദേവ കുടുംബകം എന്ന് പറഞ്ഞ ലോകം ഒരു കുടുംബമാണ്, ലോകം ഒരു തറവാടാണ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ടിങ് ഏതായാലും നമുക്ക് നോക്കി കാണാം എന്താണ് അടുത്ത 4 വർഷത്തേക്ക് വരുന്നതിന്. താങ്ക് യു ഈ മലയാളി, താങ്ക് യു പ്രവാസി ചാനൽ, എസ്പെഷ്യലി ശ്രീ ജോർജ് ജോസഫ് ആൻഡ് ശ്രീ സുനിൽ ട്രൈസ്റ്റാർ ആൻഡ് മൈ കോ പാനലിസ്റ്റ്. താങ്ക് യു ഫോർ ഗിവിംഗ് മീ എ ചാൻസ്. താങ്ക് യു വെരി മച്ച്. ദിനേഷിന് മോഡിയെ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല. മോദി വാസുദേവ കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ ചിരിക്കാനേ പറ്റത്തുള്ളൂ. ബൈ എവരിവൺ. ബൈ. ഗുഡ് നൈറ്റ് എവരിവൺ. അപ്പൊ എല്ലാരും ഇതില് ഇങ്ങനെ ഷോർട്ട് നോട്ടീസിലാണെങ്കിലും ഈ ഒരു ചെറിയ ഡിസ്കഷനിൽ പങ്കെടുത്ത് വളരെ വളരെ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് ലീഡ് ചെയ്ത ജോർജ് ജോസഫിനോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രവാസ് ചാനൽ ഈ മലയാളി ഇന്ത്യ ലൈഫിന്റെ പേരിലുള്ള എല്ലാവിധ thank you so much. Thank you and good night. Okay, good night. This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में. Lawson Travels, where experience meets excellence. Lakshmi Silks, TB Road, Kottayam. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Download the Meteor app USA for free now. Michael Therian, 1-888-644-7222. United Healthcare. Call Philippos Samuel,